ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാ ആൾക്കാർക്കും ഐ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദിസ് വെബിനാർ. ഒരു കാര്യം ഉറപ്പാണ്, എന്താണ് 100% നമുക്ക് എന്താണ് ഈ വെബിനാർ വിൽ ബി ഗ്രേറ്റ്, വിൽ ബി അമേസിങ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജർമ്മനിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വെബിനാറിനകത്ത് നിങ്ങൾക്ക് പിടികിട്ടും. മിസ്കൺസെപ്ഷൻസ് മാറും, എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ഒരു സാറ്റർഡേ ഈവനിങ് ആണ്, നമുക്ക് അവിടെ ചില്ല് ഔട്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സൊപ്പം കറങ്ങാൻ പോകാമായിരുന്നു, അല്ലെങ്കിൽ ചുമ്മാതിരിക്കാമായിരുന്നു, ടി വി കാണാമായിരുന്നു. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിട്ട് പോലും സീരിയസ്ലി ലൈഫിനെ സീരിയസ് ആയിട്ട് എടുത്ത് ഈ വെബിനാറിനകത്ത് വന്നേക്കുന്ന അല്ലെങ്കിൽ ഇതിനെ കാണുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ 1 hour വെബിനാർ കഴിയുമ്പം നിങ്ങൾക്ക് ജർമ്മനിയെക്കുറിച്ചും ജർമ്മൻ ഇമിഗ്രേഷനെ കുറിച്ചും നഴ്സിംഗ് ജോബിനെ കുറിച്ചും അറിയത്തില്ലാത്തതൊന്നും കാണത്തില്ല. ബിക്കോസ് ഇന്ന് കേരളത്തിൽ ഒരാൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കത്തില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓൾ ഓഫ് ദി യൂറോപ്പ്, കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ വാട്ട് ഈസ് ജർമ്മനി, എവിടാണ്, അതിന്റെ അന്തരീക്ഷം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ്, കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഒരു നേഴ്സിന് ജർമ്മനി കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സാലറി എങ്ങനെയാണ്, ഡ്യൂട്ടി അവേഴ്സ് എങ്ങനെയാണ്, ഓവർ ടൈം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ലീവ് എങ്ങനെയാണ്, മെറ്റേണിറ്റി ലീവ് എങ്ങനെയാണ്, അതിനുശേഷം ചൈൽഡ് കെയർ എങ്ങനെയാണ്, ഫാമിലി റീയൂണിയൻ എങ്ങനെയാണ്, ഹസ്ബൻഡിന്റെ ജോലി സംബന്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺഫ്യൂഷൻസ് ഉള്ള ടാക്സ് സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ വീട് റെന്റിന് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ സൗജന്യമായിട്ട് കൊണ്ടുപോകുന്നത്, ലാംഗ്വേജിന്റെ പഠനം എങ്ങനെയാണ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്തൊക്കെയാണ്, എത്ര ടൈം എടുക്കും, തുടങ്ങി നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും റിലേറ്റഡ് ടു ദ ജർമ്മനിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഐ വിൽ എക്സ്പ്ലെയിൻ. ഈ കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വെബിനാർ കഴിയുമ്പോൾ യു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ജർമ്മനി, ഹൗ ദ ജർമ്മൻ തിങ്സ് വർക്ക്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനി എന്ന രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ, പിന്നെ ഞാൻ ഇത് സ്ഥിരം എടുക്കുന്ന ആളാണ്, അതുകൊണ്ടും ഞാൻ സ്ഥിരം ജർമ്മനിയിൽ പോകുന്നതുകൊണ്ടും ആൾക്കാരോട് മീറ്റ് ചെയ്യുന്നതുകൊണ്ടും ചിലപ്പം ചില കാര്യങ്ങൾ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ത് ഡൗട്ടുകളാണെങ്കിലും, ചെറിയ ഡൗട്ട്സ് ആണെങ്കിലും വലിയ ഡൗട്ട്സ് ആണെങ്കിലും, അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. നമുക്ക് ഈ വെബിനാർ 1 hour നമ്മൾ കംപ്ലീറ്റ് വിത്തിൻ 9 o'clock, ഒരു 30 to 40 minutes. അതിനുശേഷം നമ്മൾ ഡിസ്കഷൻസും ആണ്, ക്വസ്റ്റ്യൻ Q&A സെക്ഷൻസും ആണ് വെച്ചേക്കുന്നത്. സോ നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് മംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിലോ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസിലോ ടൈപ്പ് ചെയ്തിടാം, ഞാൻ അതിനെല്ലാം ആൻസർ നൽകുന്നതായിരിക്കും, കേട്ടോ. സോ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ 1 year കൊണ്ട് സെക്ഷൻ നമുക്ക് അവസാനം. അപ്പൊ ഒന്നാമത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈ ജർമ്മനി. ഇപ്പൊ എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്, എൻ്റെ പെങ്ങന്മാരും നേഴ്സസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള മെജോറിറ്റി ആൾക്കാർ നേഴ്സുമാരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നേഴ്സസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഗോ എനിവർ ഇൻ ദ വേൾഡ്, എസ്പെഷ്യലി ദേ ക്യാൻ മൂവ് ടു യൂറോപ്പ് വെരി ഈസി ആയിട്ട്. യൂറോപ്പിന് പോകാൻ സാധിക്കും. അവരുടെ അത്ര ഓപ്ഷൻസ് ഡോക്ടേഴ്സിന് പോലും ഇല്ല, അല്ലെ ഫിസിയോതെറാപ്പിസ്റ്റിന് ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് മൂവ് ചെയ്യാൻ പറ്റുന്ന നഴ്സുമാർക്കാണ് എന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ള അതേ സമയം തന്നെ എപ്പോഴും നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ രാജ്യവും എല്ലാ സമയത്തും, അല്ലെങ്കിൽ എല്ലാ റിക്രൂട്ട്മെന്റുകളും എല്ലാ സമയത്തും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയിരിക്കില്ല. സോ വെൻ ദർ ഇസ് എ ടൈം, നിങ്ങളുടെ മുമ്പിൽ ഒരു രാജ്യം റിക്രൂട്ട്മെന്റിന് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് യു ഹാവ് ടു ഫ്ലൈ, നിങ്ങൾ പോകാൻ ശ്രദ്ധിക്കണം. ഇപ്പം നമുക്കറിയാം 2018 കൊറോണ കഴിഞ്ഞ സമയം, അല്ലെങ്കിൽ കൊറോണ വരുന്ന ആ സമയം, ബ്രെക്സിറ്റിൽ നിന്നും UK എക്സിറ്റ് ആയ, ബ്രെക്സിറ്റിലൂടെ UK എക്സിറ്റ് ആയ സമയം ഒക്കെ ആയിട്ട് നമുക്ക് 2018 മുതൽ ഏകദേശം ഒരു 21, 22 വരെ ഹ്യൂജ് വേക്കൻസീസ് ആണ് UK നടന്നത്. OET ആ സമയത്ത് അവർ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തു, കൊറോണ വന്നു, സോ മെനി തിങ്സ് ഹാപ്പൻ. വേക്കൻസി വന്നു, 50,000-ഓളം ആൾക്കാർ NHSലേക്ക് മൂവ് ചെയ്തു. അതോടൊപ്പം അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ രാജ്യങ്ങളൊക്കെ റിക്രൂട്ട്മെന്റുകൾ വന്നു. ഒരു പരിധി വരെ എനിവൺ ക്യാൻ ഗോ എന്നൊരു സിറ്റുവേഷൻസ് ആണ്, കാരണം ബിക്കോസ് ദേ നീഡ് നേഴ്സസ്. അപ്പൊ പലരും വിചാരിച്ചൊരു കാര്യമുണ്ട്, ഇത് ലൈഫ് ലോങ് ആയിരിക്കും, മുമ്പോട്ട് എല്ലാ കാലത്തും ഇത് കാണുമെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു, 2022 അല്ലെങ്കിൽ 2022 എൻഡോടുകൂടി ഓൾമോസ്റ്റ് ഓൾ റിക്രൂട്ട്മെന്റ് അവസാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിക്രൂട്ട്മെന്റുകളെ ഇല്ലാതായിട്ട്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം, എല്ലാ സമയത്തും എല്ലാ രാജ്യവും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയിരിക്കില്ല. സോ ഇഫ് ദർ ഇസ് എ
നമ്മുടെ മുമ്പിൽ രാജ്യം ഉണ്ട് എങ്കിൽ നമ്മൾ കഴിവതും ആ സമയത്ത് കയറി പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും മെയിൻ പോയിന്റ് കേട്ടോ. ഇനി രണ്ട്, അപ്പൊ അങ്ങനെ നിൽക്കുകയും റിക്രൂട്ട്മെന്റുകൾ അവസാനിക്കുകയും ചെയ്തപ്പം നിലവിൽ നമ്മുടെ മുമ്പിൽ നഴ്സുമാർക്ക് ഒരു ജോബ് വിസയിലൂടെ സൗജന്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ജർമ്മനിയാണ്. ഇപ്പൊ കാനഡയ്ക്ക് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, ബട്ട് ഇറ്റ് ടേക്സ് സോ മച്ച് ഓഫ് ടൈം. 1.5 വർഷം മുതൽ 4 വർഷം വരെ നടക്കുന്നു. കയറി പോകുന്നുള്ളതിന് ഗ്യാരണ്ടി ഇല്ല. N+6 പഠിക്കണം, IELTS പഠിക്കണം. UK വേക്കൻസി ഇല്ല. ഓസ്ട്രേലിയക്ക് 100 വേക്കൻസിക്ക് 10,000 പേര് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുന്നു. അയർലൻഡിൽ സെയിം തിങ്സ് ഹാപ്പൻസ്. ന്യൂസിലാൻഡ് ഷട്ട് ഡൗൺ ആണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികൾ നമ്മുടെ മുമ്പിൽ ക്ലോസ്ഡ് ആണ്. ഏകദേശം ഒരു 10 വർഷമെങ്കിലും കഴിയാതെ ഈ രാജ്യങ്ങൾ ഇനി ഓപ്പൺ ആകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിലുള്ള രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ജർമ്മൻ ലാംഗ്വേജ് പഠനം പ്രോത്സാഹിപ്പിക്കുന്നതും നിങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ ഒത്തിരി ആൾക്കാർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതും എവരി മന്ത് അവർ ജർമ്മനിക്ക് പോകുന്നതിനുള്ള റീസൺ അതാണ്. ബിക്കോസ് ദർ ഇസ് നോ അതർ ഓപ്ഷൻസ്. കാരണം ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ജർമ്മൻ ഒരു പുതിയ ലാംഗ്വേജ് ആണല്ലോ, ഇംഗ്ലീഷ് എനിക്ക് കുറച്ചെങ്കിലും അറിയാമല്ലോ, so why should I waste my time on German learning? I can go with English or I can go with OET or IELTS എന്ന കാര്യം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമില്ല. If you want to move to a particular European country, there is no other way except learning German. ജർമ്മൻ പഠിക്കുക അല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നു. ഇനി ജർമ്മനിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഏത് ഡൗട്ട്സും നിങ്ങൾക്ക് ചാറ്റിലോ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ഇടാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ജർമ്മനിയെ കുറിച്ച് പറഞ്ഞാൽ ജർമ്മൻ ഒരു ഷെങ്കൻ കൺട്രിയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഒരു കൺട്രിയാണ്. ഇപ്പൊ നമുക്കറിയാം ഓസ്ട്രേലിയ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നൊക്കെ പറഞ്ഞ് പല സ്പേസസ് ഉള്ളതിൽ യൂറോപ്പിൽ ഒരു രാജ്യമാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ജർമ്മനി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഷെങ്കൻ കൺട്രിയാണ്. ഷെങ്കൻ കൺട്രി എന്ന് പറഞ്ഞാൽ 28 രാജ്യങ്ങൾ കൂടി ചേർന്ന് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ വിസ ഉണ്ട് എങ്കിൽ ഈ ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും ട്രാവൽ ചെയ്യാം എന്ന എഗ്രിമെന്റ് വ്യവസ്ഥയിൽ നിൽക്കുന്നതാണ് ഷെങ്കൻ കൺട്രീസ്. 29 രാജ്യമുണ്ട്. അതുപോലെ തന്നെ 29 രാജ്യം തമ്മിലുള്ള ഒരു അറേഞ്ച്മെന്റ്സിന്റെ പേരാണ് യൂറോപ്യൻ യൂണിയൻ. നിങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ യൂറോപ്യൻ യൂണിയൻ 1-2 രാജ്യങ്ങൾ ഷെങ്കനില്ല, ഷെങ്കനിൽ 1-2 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഒരു ഷെങ്കൻ കൺട്രിയാണ്, യൂറോപ്പിലുള്ള രാജ്യമാണ്. ഈ ഷെങ്കൻ കൺട്രികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, പിന്നെ വത്തിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ എല്ലാ സ്ഥലങ്ങളും മാൾട്ട, ഇതൊക്കെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ്. നമ്മൾ UAE ഷാർജ, അബുദാബി ട്രാവൽ ചെയ്യുന്ന പോലെ, അല്ല കേരളം, തമിഴ്നാട്, കർണാടക ട്രാവൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളൊക്കെ പോകാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കുന്നതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയും. ജർമ്മനി ഈ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും 2 പ്രബലമായ രാജ്യങ്ങളിൽ ഒന്ന് ഫ്രാൻസും ഒന്ന് ജർമ്മനിയുമാണ്. ഇതിലൊരു രാജ്യമാണ് ജർമ്മനി. ഇവിടുത്തെ നാണയം എന്ന് പറയുന്നത് യൂറോയാണ്. ഞാനൊക്കെ ആദ്യം 1.5 വർഷം 2 വർഷം മുമ്പ് ജർമ്മനിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഏകദേശം 90 രൂപയായിരുന്ന യൂറോ എന്ന് പറഞ്ഞ് ഇന്നിപ്പോ എനിക്ക് 110 രൂപയിലെത്തി. വിച്ച് മീൻസ് 1 രൂപയ്ക്ക് 30 രൂപയുടെ വ്യത്യാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 2000 യൂറോ സാലറി വാങ്ങുന്ന ഒരാൾക്ക് വിത്തൗട്ട് മച്ച് ഡിഫിക്കൽറ്റീസ് ഒരു 60,000 രൂപയുടെ സാലറി കൂടുന്നുള്ളൂ. ഞാനത് സാലറിയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗത്തിൽ ഞാൻ അതും കൂടെ നിങ്ങളോട് പങ്കുവെക്കാം കേട്ടോ. അപ്പൊ അതാണ് യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യം. ജർമ്മനി ഇത് അതിന്റെ അയൽ രാജ്യങ്ങളാണ്. ഡെൻമാർക്ക് അയൽ രാജ്യമാണ്. നമുക്ക് പിന്നെ അങ്ങനെ നമുക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് വളരെ പെട്ടെന്ന് പോകും. ഇറ്റലി തൊട്ടടുത്ത രാജ്യമാണ്. അങ്ങനെ പല രാജ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഹ്യൂജ് വേക്കൻസി ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന് ചോദിച്ചാൽ 2022 വരെ ജർമ്മനിക്ക് ഒരാൾക്ക് കയറി പോകണമെങ്കിൽ ഏകദേശം ഒരു 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എക്സ്പെൻസ് ചിലവാകുമായിരുന്നു. പക്ഷെ ഹ്യൂജ് നഴ്സിംഗ് വേക്കൻസികൾ വന്നു. ഓൾഡ് ഏജ്, അതായത് പ്രായമായ ആൾക്കാർ ഹ്യൂജ് ആയിട്ടുള്ള രാജ്യമാണ്. വേറെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നും ഈ 2018 to 22 വരെയുള്ള കാലഘട്ടത്തിൽ മെജോറിറ്റി ആൾക്കാരും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികൾ ട്രൈ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് നഴ്സുമാർ ചെല്ലുന്നില്ല. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നപ്പോഴേക്കും ഹ്യൂജ് നഴ്സിംഗ് വേക്കൻസി ജർമ്മനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ജർമ്മനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ they don't have any other choice. അവർക്ക് ഒരു ചോയ്സ് ഇല്ലാതായപ്പോഴാണ് അവർ സൗജന്യമായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കാരണം ഹോസ്പിറ്റൽ ഷട്ട് ഡൗൺ ചെയ്യുന്നു, വേറെ മാർഗങ്ങളില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് സൗജന്യമായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അതുവരെ നമുക്ക് പേയ്മെന്റും കാര്യങ്ങളും കൊടുക്കണമായിരുന്നു. നിലവിലെ സിറ്റുവേഷൻസിൽ ഏകദേശം 60,000-ഓളം നഴ്സസിന്റെ വേക്കൻസിയാണ്, ഇമ്മീഡിയറ്റ് വേക്കൻസിയാണ് ജർമ്മനിയിലുള്ളത്. UK 5 വർഷം കൊണ്ട് 50,000 പേര് മാത്രമേ മൈഗ്രേറ്റ് ചെയ്യുള്ളൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഒരു വ്യാപ്തി എന്താണെന്നുള്ള കാര്യം. 2013 കൂടി ഏകദേശം 4 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വേക്കൻസികൾ ജർമ്മനിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. കാരണം ഹോസ്പിറ്റൽസ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്, നഴ്സുമാരെ കിട്ടാനില്ലാത്തത് കൊണ്ട്.
ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഗവൺമെന്റ് സൗജന്യമായി നിങ്ങളെ കൊണ്ടുപോകുന്നതും നമ്മളെ പോലെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്നതും. ഇതൊരു ഇൻട്രോ ആയിട്ട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ട് യു വിൽ ഹാവ് ദ ക്ലാരിറ്റി. ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ടാണ് ജർമ്മനി വേക്കൻസി ഉള്ളത്. പക്ഷേ ഹോസ്പിറ്റലിൽ പഠിച്ചു പോകുന്നവരും വർക്കേഴ്സുകൾക്കൊക്കെ നഴ്സുമാരുടെ അത്ര വേക്കൻസിയോ കാര്യങ്ങളോ ഇല്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ പലപ്പോഴും കാണുന്ന കാര്യമാണ്, വേക്കൻസി ഇല്ല, പോകാൻ പറ്റുന്നത്. അതൊക്കെ ഡിഫറെന്റ് സ്റ്റോറിയാണ്. നേഴ്സസിന് ഡിഫറെന്റ് സ്റ്റോറിയും കാര്യങ്ങളും. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് മൈ പോയിന്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ഇടണം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്പീഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ പറയുക. ഞാൻ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ തീർക്കുന്നതിനാണ് പോകുന്നത്. സോ ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു നേഴ്സാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ജർമ്മനിയിൽ സൗജന്യമായിട്ട് പോകാനും നല്ല ഹ്യൂജ് സാലറി വാങ്ങി ഫാമിലിയോട് കൂടി സെറ്റിൽ ആകാനും സാധിക്കും. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, എന്താണ് ക്രൈറ്റീരിയ? ഒരു ഏജിന്റെ കാര്യം എടുത്താൽ ഏകദേശം ഒരു 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈസി ആയിട്ട് ജർമ്മനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ് ടു 42 ഇയേഴ്സ് പോകാൻ പറ്റും. അതിലും മുകളിലുള്ളവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കെയർ ഹോമിലോട്ടൊക്കെ ആയിരിക്കും അവർ നേഴ്സായിട്ട് പോകുന്നത്. ഹോസ്പിറ്റലുകളിൽ കിട്ടാൻ പാടാണ്. സോ ഒരു അപ് ടു 42 ഇയേഴ്സ് ഓഫ് ഓൾഡ് വരെയാണെങ്കിൽ യു ആർ ഓക്കെ, യു ആർ എലിജിബിൾ, യു ആർ സേഫ്. സോ 2 ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ GNM, BSc, MSc ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ജർമ്മനിക്ക് പോകാൻ സാധിക്കും. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക്, ഫ്രഷേഴ്സിന്, ഗ്യാപ്പ് ഉള്ളവർക്ക്, സ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, വാട്ട് എവർ ദി കാറ്റഗറി നിങ്ങൾക്ക് പോകാൻ സാധിക്കും. സോ നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് നിങ്ങൾ ഇതിലേത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പിടികിട്ടില്ല. അതാണ് നമ്മളുടെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് പോകാനും മനസ്സിലാക്കാനും ഉള്ള കാര്യം. ഇനി എവിടെയാണ് നമ്മൾ അവിടെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നത്? അതാണ് നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ജർമ്മനിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 3 സ്ഥലങ്ങളിലാണ് നോർമലി നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഒരു നേഴ്സിന് ജോലി ചെയ്യാൻ സാധിക്കുന്നത്. 3 സ്ഥലങ്ങൾ. ഞാനതാ പറഞ്ഞ ഈ വിവരങ്ങളൊന്നും നോബഡി വിൽ ടെൽ യു, കാരണം അതിനെക്കുറിച്ച് പല ആൾക്കാർക്കും അറിയത്തില്ല. അറിയാമെങ്കിൽ തന്നെ അതിനകത്ത് പല ആൾക്കാരും എന്ത് ചെയ്യത്തില്ല, അവരത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും മെനക്കെടാറില്ല കേട്ടോ. അപ്പൊ ഞാൻ 3 സ്ഥലങ്ങളിലാണ് ഒരു നേഴ്സിന് ജർമ്മനിയിൽ വന്നാൽ ജോലി ചെയ്യാൻ പറ്റുന്നത്. ആ ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് അതിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, 1 യുണീക് ക്ലിനിക്. അപ്പൊ യുണീക് ക്ലിനിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എന്താണ്, യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓർ മെഡിക്കൽ കോളേജ് നമുക്ക് എന്തിനെ പറയാം? യുണീക് ക്ലിനിക്കിനെ പറയാം. 35 സ്റ്റേറ്റുകളിലായിട്ട് ജർമ്മനിയിൽ. അപ്പൊ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ആണ്, നാണയം യൂറോയാണ്, ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പം 35ഓളം സ്റ്റേറ്റുകളിലായിട്ട് ഏകദേശം 35 എലൈറ്റ് എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്? എലൈറ്റ് യുണീക് ക്ലിനിക്കുകളാണ് നമുക്കുള്ളത് ജർമ്മനിയിലുള്ളത്. അവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം 3500 യൂറോയാണ്. ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്ന സമയമാകുമ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ഞാൻ കൂട്ടി പറയാം, ഇൻറ്റു ഒരു 110 ഇട്ടാൽ പോലും ഏകദേശം ഒരു 3,90,000 രൂപയോളം ഇനിഷ്യലി അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആകും ഒരാൾക്ക് ഒരു യുണീക് ക്ലിനിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പേ സാലറി കിട്ടും. നിങ്ങൾ 110 യൂറോ കൂട്ടും, 3500 യൂറോയോളമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സാലറി എന്ന് പറയുന്നത്. ഇനി ഒരു യുണീക് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ മെഡിക്കൽ കോളേജ്, റിസർച്ചുകളുണ്ട്, MBBS അല്ലെങ്കിൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, നഴ്സിംഗ് പഠിക്കുന്നവരുണ്ട്, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂകൾ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലമാണ്. സോ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 8 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് കമ്പൽസറിയാണ്. 8 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ യൂണീക് ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ, അല്ല അവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ദെൻ B2 ലാംഗ്വേജ് വേണം. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കണ്ടിന്യൂവേഴ്സ് ആയിട്ടാണെങ്കിൽ അതും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. ദിസ് ഈസ് വാട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി യൂണീക് ക്ലിനിക്. ഞാൻ സ്പീഡിൽ പോവുകയാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് ആണ്. നമുക്ക് ഇവിടെ അറിയാവുന്ന പോലെ തന്നെ എന്താണ് നമ്മളുടെ ഈ ജനറൽ ഹോസ്പിറ്റൽസ് ആണ്. ഏകദേശം 2000ഓളം ഹോസ്പിറ്റലുകളാണ് ജർമ്മനിയിലുള്ളത്. ഏകദേശം 3000 യൂറോയാണ് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഒരു 2+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2.5-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന സാലറി യുണീക് ക്ലിനിക്കിൽ 3500 യൂറോ കിട്ടുമ്പോൾ ഹോസ്പിറ്റലിൽ 3200 യൂറോ കിട്ടും. വെറും 300 യൂറോയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സാലറി. ഇവിടെ നമ്മുടെ നോർമൽ തന്നെ. ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കി ഞാൻ ഈ യൂണീക് ക്ലിനിക്കും ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്താണ്, അതാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് കെയർ ഹോംസ് അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, നമുക്കതിനെ ആൾട്ടർ ഹോംസ് എന്നൊക്കെ പറയാം. ഓൾഡ് ഏജ് ഹോംസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് കെയർ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് പറയാം.
അപ്പൊ ഇതിനെക്കുറിച്ച് ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. ഓൾഡ് ഏജ് ഹോം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മലയാളികൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ ഈ അനാഥാലയങ്ങളാണെന്നാണ്. സിസ്റ്റേഴ്സും അച്ഛന്മാരും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളൊക്കെ നടക്കുന്ന അനാഥാലയങ്ങൾ പോലെയാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വളരെ ഹൈ ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിന്റെ അത്രയും ആഡംബരമുള്ള ബിൽഡിങ്ങുകളാണ് കെയർ ഹോമുകൾ. യൂറോപ്പിലെ സിസ്റ്റം അനുസരിച്ച് നോർമലി പ്രായമായവരെ മക്കളല്ല നോക്കുന്നത്. അവരുടെ മക്കളെ അവരും നോക്കാറില്ല, മക്കൾ മാതാപിതാക്കളെയും നോർമലി നോക്കാറില്ല. അതാണ് അവരുടെ കൾച്ചർ. അതുകൊണ്ട് തന്നെ ഒരു പ്രായമായാൽ എത്ര ഫിൽത്തി റിച്ച് ആണെങ്കിലും അവർ ആ പേയ്മെന്റ് കൊടുത്ത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കെയർ ഹോമുകളിൽ വന്ന് താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പൈസ ഇല്ലാത്തവരെ ഗവൺമെന്റ് കെയർ ഹോമുകൾ ടേക്ക് കെയർ ചെയ്യും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ വൺ സെറ്റപ്പ് ആണ്. ഒരു 5 ഏക്കർ ലാൻഡ് കാണും, ചിലപ്പോൾ മുറ്റത്ത് വലിയ ലോണ് കാണും. ഇതിനകത്ത് തന്നെ പല സ്ഥലങ്ങളിലും കോക്ടെയിൽ ബാറുകളുള്ള കെയർ ഹോമുകളുണ്ട്. സിംഗിൾ മുറിയാണ് ഓരോ ആൾക്കാർക്ക് ലഭിക്കുന്നത്. അത് തന്നെ ലക്ഷൂറീസ് ആയിട്ടുള്ള മുറികളാണ്. ചെസ് കളിക്കാനുള്ള സമയം, അതർ ആക്ടിവിറ്റീസ്, അങ്ങനെ ഹൈലി പേയ്മെന്റ് കൊടുത്ത്. ഇപ്പൊ ഞാനൊക്കെ പോയൊരു കെയർ ഹോമിലെ അവിടുത്തെ സ്ത്രീകളൊക്കെ പേളിന്റെ ഒക്കെ മാല, അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവര് എന്താണ് ചെയ്തിരുന്നത്. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദി കെയർ ഹോംസ്. അല്ല, നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ കയറിയിട്ട് കെയർ ഹോംസ് എന്താന്നുള്ള കാര്യം നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. യു ഗെറ്റ് ദി ഐഡിയ എന്താണ് കെയർ ഹോം എന്നുള്ള ഐഡിയ കിട്ടും. അപ്പൊ ഈ മൂന്ന്, അപ്പൊ നിങ്ങൾക്ക് നമ്മളൊരു ബേസിക് ഐഡിയയിലോട്ട് നമ്മൾ വന്നു. സോ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് എവിടൊക്കെ നമുക്ക് ജോലി ചെയ്യാം. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കെയർ ഹോമിലാണ് ജോലി ചെയ്യാൻ പറ്റുന്നത്, ഹോസ്പിറ്റലാണ്, യൂണിക് ക്ലിനിക്കാണ്. പിന്നെ കെയർ ഹോമിന്റെ വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ഗൾഫിൽ നിന്നൊക്കെയുള്ള പല ഞങ്ങളുടെ നഴ്സസും കെയർ ഹോമിലേക്ക് പോകാറുണ്ട്. ബിക്കോസ് അവിടെ ഡോക്ടേഴ്സ് ഇല്ല. ഓൺ കോൾ ഡ്യൂട്ടിക്ക് ഡോക്ടർ വരത്തുള്ളൂ. ബിക്കോസ് ദേ ആർ നോട്ട് പേഷ്യൻസ്. അവർ പേഷ്യൻ്റ് അല്ല. അവർ പ്രത്യേകിച്ച് സിക്കുള്ള ആൾക്കാരൊന്നുമില്ല. ഏജ് ആയതുകൊണ്ടും അറ്റ് എനി ടൈം ഒരു നഴ്സിന്റെ കെയർ വേണ്ടി വരും എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ദേ പ്രിഫർ ഓൾഡ് ഏജ് ഹോംസ്. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തില്ല, ഡോക്യുമെന്റേഷൻ വർക്കുകളില്ല, ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള മെഡിസിൻ എടുത്തു കൊടുക്കുക, ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സ്പോഞ്ച് ബാത്ത്, ഇവരെ നമ്മൾ സ്ട്രക്ചറെ തള്ളിക്കൊണ്ടു ചെസ് കളിക്കുന്നത്, ഇങ്ങനത്തെ ബേസിക്. ഇതിന്റെ താഴെ നമ്മുടെ താഴെ കെയർ അസിസ്റ്റന്റുമാരൊക്കെ കെയർ ഹോമുകളിലുണ്ട്. ഇതല്ലാതെ നമുക്ക് യാതൊരു ജോലികളും നോർമലി ഇല്ല. രണ്ട്, ഈ പ്രായമുള്ള ആൾക്കാരോട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്. സ്ലോലി യു ലേൺ ദ ലാംഗ്വേജ്. നിങ്ങൾ ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കും. ഇവർക്ക് വേണ്ടി നടത്തുന്ന മൈൻഡ് റിലാക്സിങ് പ്രോഗ്രാമുകൾക്കും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. എന്നിട്ട് ഒരു 2 വർഷത്തിന് ശേഷം ഇഫ് യു വാണ്ട് ടു മൂവ് ടു ഹോസ്പിറ്റൽസ് യു ക്യാൻ മൂവ്. ഓർ അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഒരു ബേസിക്കലി നമ്മൾ പറയുന്ന ഒരു നേഴ്സിന്റെ ഐഡിയ എന്ന് പറയുന്ന കാര്യം. സോ ഐ തിങ്ക് യു മൈറ്റ് ഹാവ് ഗോട്ട് ദ പോയിന്റ്. ഈ 3 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഈ സാലറി എന്ന് പറയുമ്പോൾ 3000 യൂറോ, സോറി എന്താണ് 3000 യൂറോയാണ് ഒരു എന്താണ് നമ്മുടെ കെയർ ഹോമിൽ ജോലി ചെയ്യുന്ന ആൾക്ക്. അപ്പൊ 3000, 3200, 3500, ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സാലറി കാര്യങ്ങളും നമ്മുടെ നേഴ്സസിന് കിട്ടുന്നതും കാര്യം. ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് വേർ യു ക്യാൻ വർക്ക് ഇൻ ദ ബിഗിനിങ്. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാലറി എന്ന് പറയുന്നത് ഇനിഷ്യൽ സാലറിയാണ്. മിഡ് സാലറി ഉണ്ട്, അതായത് ഒരു 3-4 വർഷം ആകുന്ന ആൾക്കാർക്കുള്ള സാലറി ഉണ്ട്. അവരുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചൊക്കെ സാലറി വ്യത്യാസം. 7 ലക്ഷം, 8 ലക്ഷം, 9 ലക്ഷം ഒക്കെ സാലറി വാങ്ങുന്ന നേഴ്സസ് ഉണ്ട്. അവിടെ എക്സ്പീരിയൻസിനെ വിളിച്ചിട്ട് ഇനിഷ്യലി ചെല്ലുന്ന സമയത്ത് ഒരാഴ്ചയിൽ 40 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാലറിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. സോ ഐ തിങ്ക് അത് അത്ര ചെറിയ എമൗണ്ട് അല്ല. ഇത്രയും പേ നമുക്ക് എപ്പോൾ കിട്ടുന്നുണ്ട്, ഇനിഷ്യലി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 1 മിനിറ്റ്, ആരോ എനിക്ക് കൈ ഉയർത്തിയപ്പോൾ ഞാൻ ആൾക്കാർ എനിക്ക് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ഏജ് ലിമിറ്റും എല്ലാ കാര്യങ്ങളും ഓൾറെഡി സംസാരിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, യു അണ്ടർസ്റ്റുഡ്. ഇവിടെ നമുക്ക് വർക്ക് ഇനി ഒരു നേഴ്സിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഒരു നേഴ്സിന് കിട്ടും. ഒന്ന്, നമുക്ക് 40 മണിക്കൂർ ജോലി ചെയ്താൽ, 40 അവേഴ്സ് ജോലി ചെയ്താൽ. ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്ന 60-70 മണിക്കൂറൊക്കെ നമുക്ക് ജോലി ചെയ്യണം. ഒരു വീക്കിൽ 40 മണിക്കൂർ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഇത്രയും സാലറിയും കാര്യങ്ങളും എന്ത് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം. രണ്ട്, നമുക്ക് ഒരു ഓൺ കോൾ ഡ്യൂട്ടി, അന്തരീക്ഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നിർബന്ധിച്ച് നമ്മുടെ ഒരു ഓൺ കോൾ ഡ്യൂട്ടിക്ക് വിളിക്കാൻ സാധിക്കത്തില്ല. ഒരു പൊളിറ്റിക്സുകൾ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ പോസിബിൾ അല്ല. അതായത് എൻ്റെ ഫേവറേറ്റ് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഡ്യൂട്ടി കൊടുക്കുക, ഫേവറേറ്റ്സ് അല്ലാത്തവർ ലീവ് ഡിനേജ്, ഇങ്ങനത്തെ ഒരു പരിപാടികളും നോർമലി ജർമ്മൻ ഹോസ്പിറ്റലുകളിൽ നടക്കത്തില്ല. ബിക്കോസ് ഇറ്റ്സ് പ്യുവർലി ഫോളോ ദി യൂറോപ്യൻ സിസ്റ്റം. അവിടെ എത്ര ലീവ് എടുക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്. നിങ്ങൾക്ക് കമ്പാഷനേറ്റ് ലീവ് ഉണ്ട്, നിങ്ങൾക്ക് സ്ട്രെസ് ലീവ് ഉണ്ട്, നിങ്ങൾക്ക് ഫെസ്റ്റിവൽ ലീവ്സ് ഉണ്ട്, സിക്ക് ലീവ് ഉണ്ട്. ഇപ്പൊ പൂച്ച ചത്തുപോയാൽ പോലും യൂറോപ്പിൽ ലീവ് കിട്ടും. എൻ്റെ പൂച്ച ചത്തുപോയത് കൊണ്ട് ഐ എം നോട്ട് ഫീലിംഗ് വെൽ,
അല്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് ടേക്ക് കെയർ ചെയ്യേണ്ടത് കൊണ്ട് ലീവ് കിട്ടും. ഇങ്ങനെ ഏത് ലീവുകളും കിട്ടും. പക്ഷെ ലീവുകൾക്ക് ഒരു പർട്ടിക്കുലർ അജണ്ടയുണ്ട്, അതിനൊരു ഡിസിഷൻസ് ഉണ്ട്. കണ്ടിന്യൂസ്ലി ലീവ് എടുത്താൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഇതിലേക്ക് ഫാൾ ഡൗൺ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ആൻസറും കാര്യങ്ങളുണ്ട്. ബട്ട് ഫോർ ദ ടൈം ബീയിങ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അത്ര കംഫർട്ടബിൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ലീവ് ചോദിച്ച് ലീവ് എടുക്കാനുള്ള പെർമിഷനും കാര്യങ്ങളും കിട്ടും. സിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ലീവും കാര്യങ്ങളും കിട്ടും. ഇത് നിങ്ങൾക്കുള്ളൊരു ബേസിക് ഐഡിയയാണ്. ഇനി രണ്ട്, മെജോറിറ്റി ആയിട്ടുള്ള നേഴ്സസും സ്ത്രീകളാണ്, 80% സോ ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഈസ് മച്ച് കംഫർട്ടബിൾ ആണ്. നൈറ്റ് ട്രാവലുകൾ വളരെയധികം ഈസി ആയിട്ടുള്ള രാജ്യമാണ്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ രാജ്യം മുമ്പിലാണ്. ഹാപ്പി ഇൻഡെക്സ്, അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത നിലവാരം വെച്ച് അവർ എത്രത്തോളം ഹാപ്പി ആണെന്നതിന്റെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹാപ്പി ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ജർമ്മനി വളരെ മികച്ച രാജ്യമാണ്. ഇന്ത്യയുടെ ഹാപ്പി ഇൻഡെക്സ് അതാണ് 190 രാജ്യങ്ങൾക്ക് അപ്പുറം ഉള്ളതിൽ 118, 20 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര അധികം വ്യത്യാസമുണ്ട് നമ്മുടെ ഹാപ്പി ഇൻഡെക്സുകൾക്ക് എന്നുള്ള കാര്യം. അപ്പൊ ഇതാണ് ഹാപ്പി ഇൻഡെക്സും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വന്നാൽ ട്രാമുകളുണ്ട്, ബസ്സുകളുണ്ട്, യൂബറുകൾ അവൈലബിൾ ആണ് അറ്റ് എനി ടൈം, ട്രെയിൻ ഉണ്ട്, ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ജർമ്മനിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നേഴ്സ്, നിങ്ങൾ നേഴ്സിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ എത്ര കഷ്ടപ്പെടാണ് നേഴ്സിംഗ് പഠിക്കുന്നത്. നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ബോണ്ട് ചെയ്യുന്നുണ്ട്. തുച്ഛമായ ശമ്പളത്തിൽ നമ്മൾ വർഷങ്ങളോളം കേരളത്തിലെ പല ഹോസ്പിറ്റൽസ് ജോലി ചെയ്യുന്നു, നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു, സൗദിയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ഇസ് യൂറോപ്പാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച, നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടിയ ഒരു കാലത്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു മൂവ് ടു ജർമ്മനി ഓർ ഇൻ എനി ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ്. ഇപ്പൊ നമ്മൾ ജർമ്മനിയെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെ പോകണം, ജർമ്മനി പോകണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ബിക്കോസ് അത്ര അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ പലപ്പോഴും ഈ ഇതിലേക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിഗ്നിറ്റി, നമ്മൾ ഡോക്ടറെക്കാൾ ഒട്ടും ഇൻഫീരിയർ അല്ല. കാരണം ഇന്ത്യയിലെ സിസ്റ്റം അനുസരിച്ച് കേരള സിസ്റ്റം ഡോക്ടറാണ് എപ്പോഴും സുപ്പീരിയർ, നേഴ്സിനൊന്നും അറിയത്തില്ല ഭാവമാണ്. പക്ഷെ പുറത്തു വരുമ്പോൾ നിങ്ങൾ നോക്കുന്ന പേഷ്യന്റിന്റെ കാര്യത്തിൽ നിങ്ങളാണ് അതിന്റെ ലാസ്റ്റ് വേർഡ്, നിങ്ങളാണ് ഫൈനൽ വേർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരിക്കലും ഡോക്ടറിന് വലിയ റോളൊന്നുമില്ല. അല്ലെങ്കിൽ ഡോക്ടർ അല്ല ഒരു 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 സർജറി ചെയ്ത് അല്ല പല കാര്യങ്ങൾക്കും ഡോക്ടറിന് നേഴ്സ് ഇത് എടുത്തുകൊണ്ട് കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന ആളെന്ന് പറയും. സോ യു ഹാവ് ദി ഡിഗ്നിറ്റി. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. രണ്ട്, എന്ത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മുടി കളർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സോ ഇറ്റ്സ് വെൻ ഇറ്റ് കംസ് ടു ദി ഫ്രീഡം ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ. അപ്പൊ പലപ്പോഴും ഈ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം സാലറിയുടെ കാര്യം മാത്രമല്ല, ലൈഫ് സ്റ്റൈല്, സെക്യൂരിറ്റി, അഴുക്കില്ലാത്ത പൊടിയില്ലാത്ത എൻവയോൺമെന്റ്, മക്കളുടെ ഫ്യൂച്ചർ, അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ യൂറോപ്പിൽ പോകണമെന്ന് നമ്മൾ പറയുന്നതിന്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്, നിങ്ങൾ ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ജർമ്മനിയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ പോയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയാം. പിടിയിട്ടില്ലല്ലോ, 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി. നോബഡി ക്യാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ മേൽ കുതിര കയറാൻ സാധിക്കത്തില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ 40 മണിക്കൂറിന് മുകളിൽ ജോലി ചെയ്യുന്നത്, അത് വീക്കെൻഡ് ആണെങ്കിലും ഫെസ്റ്റിവൽ ഡേയ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഡബിൾ പേ കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വീക്കെൻഡിലോ ഫ്രൈഡേ ഈവനിങ്ങോ സാറ്റർഡേയിലോ സൺഡേ ഈവനിങ്ങോ ആ ഡേകൾ ജോലി ചെയ്താൽ അറൗണ്ട് 25,000 മുതൽ 30,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഓവർ ടൈമിന് പേയ്മെന്റ് കിട്ടും. അപ്പോൾ ഒരു 4 ഓവർ ടൈം നിങ്ങൾ ഒരാഴ്ച ചെയ്താൽ പോലും വി ക്യാൻ ഏൺ അറൗണ്ട് 1 lakh എക്സ്ട്രാ. സോ നിങ്ങളുടെ 3,500 സാലറി കൂട്ടിയാൽ 4,500 euro പെർ മന്ത് കിട്ടും. സോ ഇറ്റ്സ് അറൗണ്ട് 5 lakhs പേ ഉണ്ട്. അപ്പം നമ്മളൊന്നും അറിയത്തില്ലാതാണ് പല ആൾക്കാരും പറഞ്ഞത് തീരെ കുറഞ്ഞ സാലറിയാണ് കാര്യങ്ങൾ. അതെല്ലാം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പബ്ലിക് ഡൊമൈനിലുള്ളതും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതും. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീച്ച് ഔട്ട് ഓഫ് ടീം കേട്ടോ. ബിക്കോസ് നമ്മളിത് എല്ലാം 2-3 മാസം കൂടുമ്പോൾ കണ്ടിന്യൂസ്ലി ജർമ്മനി പോകുന്നത് കൊണ്ടും റിക്രൂട്ടേഴ്സിനോട് സംസാരിക്കുന്നതും നമ്മുടെ തന്നെ ട്രെയിനേഴ്സിനോട് സംസാരിക്കുന്നു, അവിടെയുള്ള നമ്മുടെ നേഴ്സസിനോട് സംസാരിച്ചും ഒക്കെ നമ്മൾ ഈ വിവരങ്ങൾ എവരിഡേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദിസ് ഈസ് വാട്ട് ഐ സേ ഹാവ് ടു മൂവ് ടു ജർമ്മനി എന്ന് പറയും. അപ്പൊ ഇത്രയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നുണ്ട്, നിങ്ങൾ ജർമ്മനി കിട്ടുന്നു. ഇനി രണ്ടാമത്തെ നമ്മൾ ഇനി വരികയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ്, മെറ്റേണിറ്റി ലീവ്. ഞാൻ അങ്ങനെ ഓക്കെ ചൈൽഡ് കെയറിലേക്ക് ആദ്യം. ഓക്കെ, ചൈൽഡ് കെയറിന്റെ കാര്യം എടുത്താൽ തന്നെ നമ്മൾ പല ആൾക്കാരും ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പലരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നത് തന്നെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. സോ യൂറോപ്യനിലേക്ക് ഗൾഫിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ എടുക്കുമ്പം വി മേ ഹാവ് ടു സ്പെൻഡ് മച്ച് മണി എന്നുള്ള കാര്യങ്ങൾ പല. യൂറോപ്പിൽ
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 3 മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് അവരെ ഡേ കെയറിലാക്കാം. അതിനുള്ള ഓപ്ഷൻസും കാര്യമുണ്ട്. 3 ഇയർ കഴിയുമ്പോൾ തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും ഡേ കെയറിലാക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എൻ്റയർ അവർ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഫണ്ടഡ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സൗജന്യമായിട്ട് ഇവരെ പഠിപ്പിക്കുന്നതാണ്. സോ യു ഡോണ്ട് നീഡ് ടു സ്പെൻഡ് എവൻ എ സിംഗിൾ ബക്സ്. 1 രൂപ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുടക്കേണ്ട കാര്യമില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും സൗജന്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിന് ശേഷം പഠിക്കുന്നതെങ്കിൽ, ഇവിടുന്ന് നമ്മുടെ ഫ്രീ എഡ്യൂക്കേഷന് കയറി പോകുന്ന എല്ലാ പിള്ളേരും പഠിക്കുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. മെജോറിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റികളിലെയും ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. നിങ്ങളുടെ പിള്ളേർ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട്, ദേ ഹാവ് ഓൾറെഡി ലേൺ ജർമ്മൻ. സോ ജർമ്മനും ഇംഗ്ലീഷും ദേ വിൽ ബി ഫ്ലുവന്റ്. ഓക്കെ, ഇവരെന്താണ് പഠിക്കുന്നത്? ഇതും സൗജന്യമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ PG വരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി യു ഡോണ്ട് നീഡ് ടു സ്പെൻഡ് ഈവൻ എ സിംഗിൾ ബക്സ്. 1 രൂപ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ മുടക്കേണ്ട കാര്യം ഇല്ല. രണ്ടാമത്തേത്, ഇവരുടെ മെഡിക്കൽ ഗവൺമെന്റ് ആണ് തരുന്നത്, തികച്ചും സൗജന്യമാണ്. അതൊരു സീരിയസ് സർജറിയുടെ കാര്യമാണെങ്കിലും, ഡെലിവറി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലും, ഒരു അസുഖം വരുന്നതാണെങ്കിലും, മെന്റലി ചലഞ്ചഡ് ആയ കുഞ്ഞുങ്ങളാണെങ്കിലും, എവറിത്തിങ് ഇസ് കവേർഡ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പനി വരുന്ന സിസ്റ്റവും യൂറോപ്പിലും കൂടെ സംബന്ധിച്ചിട്ട് ആ സമയത്ത് മരുന്ന് കിട്ടൂല എന്നൊക്കെ പറയും. ഞാൻ ഏകദേശം 3 വർഷത്തിലധികമായിട്ട് യൂറോപ്പിൽ താമസിക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ ഈ പറഞ്ഞത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റുകൾ കിട്ടുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും. ബട്ട് ബേസിക്കലി ഇറ്റ്സ് എ ഗുഡ് സിസ്റ്റം, കിട്ടും. ഇത് കൂടാതെ ഒരു കുട്ടിക്ക് ഏകദേശം 25,000 യൂറോ, വിച്ച് മീൻസ് 30,000-നടുത്തുള്ള ഇന്ത്യൻ മണി എവ്രി മന്ത് ഗവൺമെന്റ് സൗജന്യമായിട്ട് നൽകുന്നുണ്ട് പിള്ളേരുടെ ടേക്ക് കെയർ ചെയ്യുന്നതിന് വേണ്ടി. അഡീഷണൽ ആണ്. അപ്പൊ ഇത്രയും പേയും കാര്യങ്ങൾ കിട്ടുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേയ്മെന്റ് നിങ്ങൾ കുഞ്ഞിന് വേണ്ടി ചെലവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ലോങ് ടൈം SIP വല്ല വിട്ടാൽ ഒരു കൊച്ചിന് 20-21 വയസ്സാകുമ്പോഴേക്കും മിനിമം ഒരു 3-4 കോടി രൂപ നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു 2 പിള്ളേരുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 60,000 രൂപയാണ്. അപ്പൊ ആ കുഞ്ഞിന് 18 വയസ്സ് വരെ ആകുമ്പോൾ വെച്ചാൽ 1 മുതൽ 18 വയസ്സ് വരെ ചിന്തിച്ചാൽ ഓൺ ആൻ ആവറേജ് ഒരു മാസം ഏകദേശം എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 30,000 രൂപ. സോ നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷത്തിനൊക്കെ അടുത്ത് പെർ ഇയർ കിട്ടുന്നുണ്ട് മിനിമം. 2 പേരുണ്ടെങ്കിൽ ഏകദേശം ഒരു 80 ലക്ഷം 70 ലക്ഷം കൗണ്ട് ചെയ്താലും 7 ലക്ഷം കൗണ്ട് ചെയ്താലും ഓൺ ആൻ ആവറേജ് 10 വർഷം കൊണ്ട് 70 ലക്ഷവും പിന്നെ ഒരു 8 വർഷം കൂട്ടിയാൽ അത് എമൗണ്ട് കൂടും. മിനിമം ഒരു 1.5 കോടി രൂപയ്ക്ക് അടുത്ത് ഗവൺമെന്റ് തന്നെ നിങ്ങൾക്ക് തരും ഈ 2 കുഞ്ഞുങ്ങൾക്കും കൂടെ. അതിനെ നിങ്ങൾ ഒരു SIP വല്ല വിട്ടാൽ യു കാൻ ഇമാജിൻ ദ ഫണ്ട് യു ഗെറ്റ്. അപ്പം ഇവരുടെ ഗവൺമെന്റ് ഇവരുടെ പഠിത്തത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കോളും, മെഡിക്കലും നോക്കിക്കോളും, കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും വേണ്ടി സേവ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇവർക്ക് തരുന്ന ഫണ്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും, ഒരു ബിസിനസ് തുടങ്ങാനോ, മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനോ, അല്ലെങ്കിൽ ഒരു വിദേശത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ വിട്ട് റിസർച്ച് പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നതിനോ, എന്തിനും നിങ്ങൾക്ക് 1 രൂപയ്ക്ക് പോലും നടക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് പ്രൊവൈഡഡ് ഫണ്ടാണ്. ആ രാജ്യത്തിന്റെ PR ഉള്ളവർക്ക്, അല്ലെ സിറ്റിസൺസിന്, അല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പ്രിവിലേജ് ആണ്. ഈ പ്രിവിലേജുകളൊന്നും പലപ്പോഴും നമ്മൾക്ക് ഒരു ഗൾഫ് കൺട്രിയിലും പോയി കിട്ടാറില്ല. യു മേ ഗെറ്റ് ദ സാലറി കിട്ടുന്നുണ്ടായിരിക്കും, ബട്ട് യു വോണ്ട് ഗെറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ യൂറോപ്പിലേക്ക് പോകണമെന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. 2, നമ്മുടെ ഫാമിലി റീയൂണിയൻ എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ്. അവർ ലാംഗ്വേജ് പഠിക്കുന്നത് നിർബന്ധമില്ല, അവർക്ക് ഏത് ജോലിയും ചെയ്യാം. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രം, ഇപ്പൊ നേഴ്സ് ആണെങ്കിൽ അവർ നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു പാസ് either B1 or B2. അല്ലെങ്കിൽ ഏത് ജോലിയും ലാംഗ്വേജ് പഠിക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് നത്തിങ് ടു വറി. പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിങ്ങൾക്ക് പിള്ളേരെ വിടണമെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ സൗജന്യമല്ലാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും വിടാം. ജർമ്മൻ സ്കൂളുകളിൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതുകൊണ്ട് ദേ ഹാവ് ദ ബേസിക് ലാംഗ്വേജ് ഫെസിലിറ്റി. അപ്പൊ ഇത്രയും ആനുകൂല്യങ്ങൾ ചൈൽഡ് കെയറിനകത്ത് ഗവൺമെന്റ് നൽകുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു മെറ്റേണിറ്റിയിൽ നിങ്ങൾക്ക് 1 ഇയർ വിത്ത് സാലറിയോട് കൂടിയാണ് ലീവ്. PR ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 1 വർഷം നാട്ടിൽ വന്നിരിക്കാം, ഈ എല്ലാ വർഷവും നിങ്ങളുടെ സാലറി കിട്ടും. 3 വയസ്സ് വരെ നിങ്ങൾക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3 വയസ്സ് വരെ ചൈൽഡ് കെയർ ഇഷ്യൂസ് പ്രമാണിച്ച് അറ്റ് എനി ടൈം യു ക്യാൻ ടേക്ക് ദ ലീവ്. നിങ്ങളുടെ ഹസ്ബൻഡിന് പെറ്റേണിറ്റി ലീവ് കിട്ടും. ചൈൽഡ് കെയർ ഇഷ്യൂസ് കാരണം 3 വയസ്സ് വരെ ഹസ്ബൻഡിന് പെറ്റേണിറ്റി ലീവ് കിട്ടിയേ ഒക്കത്തുള്ളൂ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം, ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ 100% ഹസ്ബൻഡ് എന്ത് കിട്ടിയിരിക്കണം, ലീവ് ആ സ്ഥാപനം കൊടുത്തിരിക്കണം, നേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ, ബിക്കോസ് ചൈൽഡ് കെയർ ഇഷ്യൂസ് ഉണ്ട്. ഇംഗ്ലീഷ് മൂവികൾ കാണുന്ന ആൾക്കാർക്കറിയാം ചൈൽഡ് കെയർ ഇഷ്യൂസിന് കാര്യങ്ങൾക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര ലീവ് എടുത്താലും ഇത് നോർമൽ ലീവിന്റെ കാറ്റഗറി ഫാൾ ഡൗൺ ചെയ്യുന്നില്ല. ബിക്കോസ് യു ആർ ഗോയിങ് ത്രൂ എ ഡിഫറെന്റ് സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾക്ക് എത്ര ലീവ് എടുക്കാം, അത് മൈൻഡ് ആകത്തില്ല. അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. ആഴ്ചകളോളം എടുക്കാം, മാസങ്ങളോളം എടുക്കാം. ബിക്കോസ് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഇപ്പൊ മെറ്റേണിറ്റി കാര്യം എടുത്താൽ ഇനി ഒരു കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടായാൽ ഗവൺമെന്റ് അത് ടേക്ക് കെയർ ചെയ്യും. അതിനുള്ള ഫണ്ടും കാര്യങ്ങളും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ. ഈ സമയത്ത് ഇപ്പൊ മെറ്റേണിറ്റിയുടെ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ലീവ് എടുക്കാം, നിങ്ങൾ കംഫർട്ടബിൾ എങ്കിൽ ലീവ് എടുക്കാം, ഈ കാര്യങ്ങൾ ചെയ്യാം. 1 ഇയറോളം ഏകദേശം നിങ്ങൾക്ക് മെറ്റേണിറ്റി കഴിഞ്ഞ് വിത്ത് ഫുൾ സാലറിയോട് കൂടി ലീവ് എടുക്കാം. അത് 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. 6 മാസത്തിന് ശേഷം ജോയിൻ ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗൾഫ് കൺട്രീസിലും വേറെ ഒരിടത്തും കിട്ടത്തില്ലാത്ത ആനുകൂല്യങ്ങൾ ആസ് എ നേഴ്സ് യു വിൽ ഗെറ്റ് ഇറ്റ്. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആൾക്കാരോട് പഠിച്ച് പുറത്തു പോകാൻ പറയുന്നത്. അപ്പൊ ആൾക്കാർ പറയുന്നത് പഠിക്കാൻ പാടാണ്, ഞാൻ 5-6 മാസം സ്പെൻഡ് ചെയ്യണ്ടേ, എനിക്ക് ടാക്സിന്റെ ഇഷ്യൂസ് അവിടെ ഉണ്ട്, അവിടെ തണുപ്പുണ്ട്, അവിടെ പോയി ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. എനി ഓഫ് ദ മലയാളി നിങ്ങളെടുത്തു ഒരു മലയാളി എൻ്റെ എക്സ്പീരിയൻസ് ഒരു രാജ്യത്ത് ചെന്നാൽ ദേ വോണ്ട് സ്പീക്ക് ഗുഡ് അറ്റ് തിങ്സ്. ഇപ്പൊ യൂറോപ്പ് പോയി ആര് യൂറോപ്പ് നല്ലതെന്ന് പറയത്തില്ല, ആര് അമേരിക്ക ചെല്ലാൻ പറയത്തില്ല, ആര് UK ചെല്ലാൻ പറയത്തില്ല, ഓസ്ട്രേലിയ ചെല്ലാൻ പറയത്തില്ല. ഈ പറയുന്ന ഇവരാരും തിരിച്ച് നാട്ടിലോട്ട് വരത്തുമില്ല. അപ്പൊ നമ്മൾ ഇത് കേട്ട് ഡിസപ്പോയിന്റഡ് ആയി, നമ്മൾ നെഗറ്റീവ് അടിച്ച്, നമുക്ക് കഴിവില്ലെന്ന് വിചാരിച്ച്, നമ്മളെ ഒന്നിന് കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കാതിരിക്കും. അറ്റ് ദ എൻഡ് ഇതിനകത്ത് പോകാൻ ആർക്കേ ഉള്ളൂ? നമുക്കേ ഉള്ളൂ. സോ ഞാനത് പറഞ്ഞു, ഇത്രയും ആനുകൂല്യങ്ങൾ, ഇത് കൂടാതെ ടാക്സ് ഒക്കെ ഞാൻ വരികയാണ്. അപ്പോൾ മെറ്റേണിറ്റിയിൽ ഇത്ര ആനുകൂല്യങ്ങൾ, ചൈൽഡ് കെയറിൽ ഇത്ര ആനുകൂല്യങ്ങൾ, ജോബ് ഇത്രയും സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകുമ്പോൾ ഗവൺമെന്റ് പറയുന്ന ആകെപ്പാടുള്ള ഒരു കാര്യം സൗജന്യമായിട്ട് പഠിച്ച് ഫ്രീ ആയിട്ടും കൂടെ വരാനാണ് പറയുന്നത്. യു ഡോണ്ട് നീഡ് ടു സ്പെൻഡ് ഈവൻ എ സിംഗിൾ പാസ്. ഇനി എങ്ങനെയാണ് സൗജന്യമായിട്ട് പോകുന്നത് എന്നുള്ള കാര്യവും, അതിനുശേഷം നമ്മളുടെ ലാംഗ്വേജ് എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള കാര്യവും, ദെൻ ടാക്സും ബേസിക് എക്സ്പെൻസിന്റെ കാര്യവും നമുക്ക് ഇത് സെക്ഷൻസ് വൈൻഡപ്പ് ചെയ്യാം. ദെൻ നിങ്ങളുടെ ഏത് ക്വസ്റ്റൻ ആൻസറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. ടാക്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ ദീസ് തിങ്സ്. ഓക്കെ. പിന്നെ അല്ലാതെ കിട്ടുന്ന പൊതുവായിട്ട് കിട്ടുന്ന അഡ്വാൻറ്റേജസും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഇനി അപ്പൊ ഇത്ര ആനുകൂല്യമുള്ള രാജ്യത്തിൽ ദ പീപ്പിൾ ഡോണ്ട് കം. ബിക്കോസ് യൂറോപ്പിലുള്ളവരാരും നേഴ്സിംഗ് പ്രൊഫഷൻ സ്വീകരിക്കത്തില്ല. അത് നേഴ്സുമാർ കൊള്ളത്തില്ലെന്നുള്ളത് കൊണ്ടല്ല, ദേ ഓൾവേസ് പ്രിഫർ റിസ്ക് ഇല്ലാത്ത ജോലികളാണ് യൂറോപ്പിലെ ആൾക്കാർ പലപ്പോഴും പ്രിഫർ ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം. 2, അവർക്ക് ഓൾറെഡി ആ രാജ്യത്തിന് PR-ഉം സിറ്റിസൺഷിപ്പും ഉള്ളത് കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ള ഒരു ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യം അവർക്കില്ല. അവർക്ക് ഡെസ്ക് ജോബുകൾ അല്ലെങ്കിൽ 10 മണി മുതൽ 5 മണി വരെയുള്ള ജോബുകൾ ചെയ്താൽ മതി. സോ ദെൻ ദ ന്യൂ ജനറേഷൻ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റ് ഇൻ മെഡിക്കൽ ഫീൽഡ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽസുകൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയും നേഴ്സുമാരെ കിട്ടിയേ തീരൂ. അതുകൊണ്ടാണ് ഇവര് നമ്മളെ സൗജന്യമായിട്ട് കൊണ്ടുവന്നത്. പല ആൾക്കാരും തെറ്റിദ്ധാരണ, ഞങ്ങൾ സൗജന്യമായിട്ട് പഠിപ്പിക്കുമ്പം ഞങ്ങൾക്ക് എന്താണ് മെച്ചം, ഇത് കള്ളത്തരമല്ലേ, ഇതിനകത്ത് സാലറി എന്ന് പിടിക്കുക, അങ്ങനെ ഒന്നും നത്തിങ് ഈസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് എ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ആൻഡ് വി ആർ എ ഫോം വിത്ത് റിക്രൂട്ട്മെന്റ് മാൻ പവർ റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉള്ള സ്ഥാപനമാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഫണ്ടും കാര്യങ്ങളും തരുന്നത് ഗവൺമെന്റ് ആണ്. ദാറ്റ്സ് വൈ വി ആർ നോട്ട് ചാർജിങ് ഫ്രം ദി സ്റ്റുഡൻസ്. ഇത് തന്നെയായിരുന്നു UK-യിലേക്കും ന്യൂസിലാൻഡിലേക്കും അയർലൻഡിലേക്കും ഒക്കെ ഉള്ള റിക്രൂട്ട്മെന്റുകളും. ഇത് പ്യുവർലി ഫണ്ടഡ് ബൈ ദ ഗവൺമെന്റ് ആയിരുന്നു. ഇനി അപ്പൊ അവർക്ക് ആൾക്കാരെ വേണം. സോ ദാറ്റ്സ് വൈ ദ റീസൺ. 2, വീക്കെൻഡുകളിലൊന്നും നോർമലി ഈ ജർമ്മൻകാർ ജോലി ചെയ്തില്ല. അവർക്കൊരു യുദ്ധം കഴിഞ്ഞവരും സേവ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ്. അവർക്ക് വീക്കെൻഡുകളിൽ എൻജോയ് ചെയ്യണം, ഫുഡ് അടിക്കണം, ലൈഫ് എൻജോയ് ചെയ്യണം, പബ്ബുകളിൽ പോകണം. സോ അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയതുകൊണ്ട് ഏഷ്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ചെന്നേ ഒക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഗവൺമെന്റ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? സൗജന്യമായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സിംഗ് എന്നുള്ള കാര്യം ഞാൻ പറയാം. ദെൻ ലാംഗ്വേജ് ട്രെയിനിങ്ങിലേക്ക് വരാം. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. യു ആർ വർക്കിംഗ് ഓൺ ദാറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് എഗ്രിമെന്റ്. നിങ്ങൾക്ക് B2 ലാംഗ്വേജ് ആണ് പഠിച്ച് പാസ്സാകേണ്ടത്. നിങ്ങൾ B2 ലാംഗ്വേജിൽ കയറുമ്പോൾ തന്നെ ബേസ്ഡ് ഓൺ യുവർ ലാംഗ്വേജ് വിൽ പ്രൊവൈഡ് യു ദി ഇന്റർവ്യൂസ്. നിങ്ങൾ പാസ്സാകണമെന്നൊന്നുമില്ല. നല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ തരും. ലാംഗ്വേജ് ഇല്ലാത്ത ആൾക്കാരോട് B2 പഠിച്ചിട്ട് ഇന്റർവ്യൂ തരാതെ. കാരണം അവർക്കും കോൺഫിഡൻസ് പോകണ്ട, പിന്നെ ഒന്ന് പാസ്സായിട്ട് പിന്നെ എംപ്ലോയർ അവരെടുക്കത്തില്ലെന്ന് ഇഷ്യൂസ് വരണം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. വി വിൽ എക്സ്പ്ലെയിൻ ദീസ് തിങ്സ് ലേറ്റർ. ഓക്കെ. അപ്പൊ മനസ്സിലാക്കുക, B2 പഠിക്കുമ്പം അല്ലെങ്കിൽ B2 പഠിച്ച് പാസ്സായി കഴിയുമ്പം എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ, ലാംഗ്വേജ് ട്രെയിനിങ് ക്ലാസ്സുകൾ, ഇതൊക്കെ തികച്ചും സൗജന്യമാണ്. ലാംഗ്വേജ് A1 to B2 തികച്ചും സൗജന്യമാണ്. B2 കഴിഞ്ഞാൽ എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങൾക്കും ചെറിയ എമൗണ്ട് കൊടുത്ത് വേണം നിങ്ങൾക്ക് ക്ലാസ്സുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സാം പ്രിപ്പറേഷൻ എടുക്കാം. ഏകദേശം 7 മാസത്തോളമുള്ള A1 മുതൽ B2 വരെയുള്ള ക്ലാസ്സുകൾ തികച്ചും സൗജന്യമാണ്. നിങ്ങൾ ഡോക്യുമെന്റേഷൻ, അറ്റസ്റ്റേഷൻ, ട്രാൻസ്ലേഷൻ ഇതെല്ലാം സൗജന്യമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് തികച്ചും സൗജന്യമാണ്.
അവിടെ ചെന്നിട്ടുള്ള എയർപോർട്ട് പിക്കപ്പ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ്, സിം കാർഡ്, ഇതെല്ലാം സൗജന്യമായിട്ട് എടുത്തു തരുന്നത്. പിന്നെ നമ്മൾ ഓരോ രാജ്യത്ത് ഓസ്കി അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അതിനുള്ള സാറിന് പോലെ KP എക്സാം, കെന്നെ പ്രൂവിംഗ് എക്സാം, നമ്മൾ അവിടെ ചെന്നാൽ പ്രാക്ടിക്കൽ എക്സാം നമ്മൾ ചെയ്യണം. ഈ എക്സാം തികച്ചും സൗജന്യമായിട്ട് ട്രെയിനിങ്ങും ഈ കാര്യങ്ങളും ഗവൺമെന്റ് സൗജന്യമായിട്ട് നമ്മൾ സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1 രൂപ നിങ്ങൾക്ക് മുടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആകെപ്പാടെ മുടക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ എക്സാം എഴുതുന്നതിന് വേണ്ടി വിസയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ ഗവൺമെന്റ് ഏകദേശം 50,000 രൂപ സ്റ്റൈഫൻഡ് ആയിട്ട് പാസ് ഔട്ട് ആകുന്ന പിള്ളേർക്ക് നൽകുന്നുണ്ട്. സോ വിത്ത് ദാറ്റ് മണി നിങ്ങൾക്ക് ഇത് കോമ്പൻസേറ്റ് ചെയ്താൽ 1 രൂപ നിങ്ങൾക്ക് മുടക്ക് വേണം. ഇത് ഫ്യൂച്ചറിൽ ഏതെങ്കിലും സമയത്ത് ഇത് വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ, ഗവൺമെന്റ് എടുത്തു കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ വിസയ്ക്കുള്ള ഒരു 15,000 രൂപയും എക്സാമിനുള്ള ഒരു 15,000 രൂപയും ചിലവാകും. അതർവൈസ് എവറിത്തിങ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ചോദ്യം ഇതാണ്, ഇനി തികച്ചും സൗജന്യമാണ്. 2, നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമലി വർക്കിംഗ് നഴ്സസ്മാർ കൂടുതലുള്ളത് കൊണ്ടും അവരുടെ ഒരു സ്ഥലത്ത് പോയി മാസങ്ങളോളം പഠിച്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ലാത്തത് കൊണ്ടും നമ്മൾ ഓൺലൈനിലായിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നമ്മുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഓൺലൈനാണ്. ഓൺലൈനിൽ രാവിലെ 10 മണിക്ക് ഒരു ബാച്ച്, ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ബാച്ച്, നൈറ്റ് 10 മണിക്ക് ഒരു ബാച്ച്, 3 ബാച്ച് ഉണ്ട്. 3 ബാച്ചും സെയിം ക്ലാസ് ആണ് പോകുന്നത്. സെയിം ക്ലാസ് ആണ് 3 ബാച്ചിലും പോകുന്നത്. സെയിം ട്രെയിനർ ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ നിങ്ങൾ കയറി ക്ലാസ് പഠിച്ചാൽ മതി. ഇനി ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് റെക്കോർഡ് ലെസൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഒരു 4 to 5 days അത് അവൈലബിൾ ആയിരിക്കും. ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളത് പഠിച്ച് തീർത്താൽ മതി. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, അപ്പം ഒരു ദിവസം ലീവ് എടുക്കാം. ഏത് ഡ്യൂട്ടി ഷെഡ്യൂളിലുള്ള ആൾക്കാർക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. കാരണം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. ഇനി ഒരു ദിവസം കംഫർട്ടബിൾ അല്ലെങ്കിൽ 10 hours ഷിഫ്റ്റ് ആണെങ്കിൽ, മടുപ്പാണെങ്കിൽ അന്ന് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കത് റെക്കോർഡിങ്സിലൂടെ നിങ്ങൾക്ക് ക്ലാസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ചോദ്യം ഇതാണ്, ദാറ്റ്സ് കം ടു മൈ പോയിന്റ്. ഇത്രയും അഡ്വാൻറ്റേജസുകൾ ഗവൺമെന്റ് നൽകുമ്പോൾ, സൗജന്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ, ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ക്ലാസ്സുകൾ നൽകുമ്പോൾ, ഇത് നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ട്, യൂസ് ചെയ്യാതിരുന്നിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പഠിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങളെല്ലാം നേഴ്സിംഗ് പാസ്സായ ആൾക്കാരാണ്. ഒരു BSc അല്ലെങ്കിൽ GNM നേഴ്സിംഗ് പാസ്, അതൊരു ഈസി ടാസ്ക് അല്ല. അതൊരു BA പാസ്സാകുന്ന പോലെയോ ഹ്യൂമാനിറ്റീസ് പാസ്സാകുന്ന പോലെയോ ഒന്നും യു കനോട്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് പാസ്സാകും. ഇപ്പൊ എന്റെ വൈഫ് നേഴ്സാണ്. ഞാൻ പലപ്പോഴും ചോദിക്കും, നീ ഇതെങ്ങനെയൊക്കെ പഠിച്ചെടുത്തു? അപ്പം നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ എന്ന് പറഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ ഈസിലി പഠിച്ചെടുക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ത് സ്ട്രെസ്ഡ് ആണ്. ഇപ്പൊ എമർജൻസി ജോലി ചെയ്യുന്നവർ, ICU ജോലി ചെയ്യുന്നത്, OP ജോലി ചെയ്യുന്നത്, എല്ലാ സ്ഥലത്തും അത്രയും കെയർ വേണം. നമുക്ക് ക്രിട്ടിക്കൽ തിങ്സ് ഹാൻഡിൽ ചെയ്യണം. ഇത്രയും കൂടുതൽ സബ്ജക്ട്സ് ചെയ്യണം. നമ്മൾ കണ്ടു, ഒരു ഡോക്ടർ പഠിക്കുന്നതിന് അടുത്തുള്ള സബ്ജക്റ്റുകൾ ഒരു നേഴ്സും പഠിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാണുന്നതിൽ പഠിച്ച് പാസ്സായ നമ്മളോട് തന്നെ പറയുകയാണ്, എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റത്തില്ല, ഞാൻ മണ്ടറാണ് അല്ലെങ്കിൽ മണ്ടിയാണ്, എനിക്ക് കഴിവില്ല. എന്നിട്ട് നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് നമ്മൾ ലൈഫിൽ ഒന്നും ആകുക, നമ്മൾ തന്നെ ഡിസപ്പോയിന്റഡ് ആവുക. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സ്ഥാപനത്തിൽ പോകാതെ പഠിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പൈസ മുടക്കാതെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യമായിട്ടുള്ള മെഡിക്കൽ, ഈ 25 രാജ്യത്ത് ട്രാവൽ ചെയ്യുന്ന ഓപ്ഷൻസ് അടക്കം ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകുന്നു. ദെൻ നമ്മൾ ഉപയോഗിക്കാതിരുന്നിട്ട്, നാട്ടുകാർ പറയുന്നത് കേട്ട്, വീട്ടുകാർ പറയുന്നത് കേട്ട്, ജർമ്മൻ ലാംഗ്വേജ് പാടാന്ന് പറഞ്ഞിരുന്നാൽ ദെൻ നമ്മൾ എങ്ങനെ ലൈഫിൽ സക്സസ് ആവും? അപ്പൊ നമുക്കാണെങ്കിലും B2 അല്ല C2 പാസ്സായ ട്രെയിനേഴ്സ് ആണ് നമ്മുടെ അക്കാഡമിക് ടീമിന് കണ്ടെത്തി. അപ്പൊ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ ഡെയിലി ഇതാ, നിങ്ങളെ പാസ്സാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. യു ഡോണ്ട് ടു വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് മുടക്കൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആകെപ്പാട് ഞങ്ങൾക്കൊരു ഫണ്ട് ഇനിഷ്യലി നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങി വെക്കുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം ക്ലാസ് പഠിക്കുന്നു അതിന്റെ സർവീസ് ചാർജ് ആയിട്ട് അത് എടുക്കുന്ന, അതും തിരിച്ച് നിങ്ങൾ പോകുമ്പോൾ റീഫണ്ട് ചെയ്ത് തരുന്ന ഫണ്ടാണ്. അത് തരുന്നതിന്റെ കാര്യം, അത്രയൊരു എമൗണ്ട് പൊടിച്ചാൽ മാത്രമേ നമുക്ക് സീരിയസ് ആയിട്ട് ലൈഫിനെ അപ്രോച്ച് ചെയ്യുന്ന, ജർമ്മൻ ക്ലാസ് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർവൈസ് എന്ത് പറ്റും? ഫ്രീ അല്ലേ എന്നോർത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യും, മടുപ്പടിക്കും, പിന്നെ വരത്തില്ല, ഉഴപ്പും. കുറെ പിള്ളേരുടെ ആ ഓപ്ഷൻ പോകും. കാരണം സൂമിൽ ക്ലാസ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആൾക്കാരെ കയറ്റാൻ പറ്റത്തില്ല. ഒരു ബാച്ച് തുടങ്ങിയ ബിഗിനിങ് ടു എൻഡ് സെയിം ബാച്ച്, അങ്ങനെയാണ് പോകുന്നത്. സോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇത് ഷെങ്കൻ കൺട്രിയാണ്. ഇനി ടാക്സിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, സ്പൂൺ വ്യൂവിൽ എന്റെ സെക്ഷൻ ടാക്സിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഹ്യൂജ് ടാക്സ് ആണ്. എൻ്റെ അടുത്ത് എൻക്വയറിക്ക് വരുന്ന പലരും ചോദിക്കുന്ന കാര്യമാണ്, ടാക്സ് കൂടുതലല്ലേ സാർ? നിങ്ങൾ ചിന്തിക്കുക, ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഹൈ ടാക്സ് കൊടുക്കുന്ന ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഒരു ഈ ദുബായിൽ ഒരു വണ്ടി മേടിക്കുന്ന ഇന്ത്യ വണ്ടി മേടിക്കുന്ന തമ്മിൽ വ്യത്യാസം. പക്ഷെ നമ്മൾ സാലറിയിൽ നിന്നും ഡയറക്ട്ലി നമ്മുടെ പേ ഡെബിറ്റ് ആകാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ടാക്സിന് സീരിയസ്നെസ് അറിയുന്നില്ലാത്ത ഒരു 25 ലക്ഷം വണ്ടി മേടിച്ച് 8 ലക്ഷം അയക്കുമ്പോൾ നമ്മൾ ടാക്സ് ആണ് കൊടുക്കുന്നത്. GST നമ്മൾ എഡ്യൂക്കേഷൻ ഒരു 18% നമ്മൾ GST കൊടുക്കുന്നത്. ഹോട്ടലിൽ എക്യുപ്പൻസിന് 48% ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ GST ആണ്. ഇത് കൂടാതെ പേഴ്സണൽ ടാക്സും ഉണ്ട്. അപ്പൊ ഹ്യൂജ് ടാക്സ് കൊടുക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇടുന്ന പേ എന്ന് പറഞ്ഞാൽ 15, 20, 25. ഈ സമയത്ത് ഇതിന്റെ 10 ഇരട്ടി ഗവൺമെന്റ് നമുക്ക് നൽകുന്നു. നമുക്ക് ഏകദേശം 30% അടുത്ത് വരെയാണ്. 22 മുതൽ ലൊക്കേഷൻസും സാലറി പല കാര്യങ്ങളും അനുസരിച്ച് 30% അടുത്ത് വരെ ഗവൺമെന്റ് ടാക്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ വാങ്ങുന്ന ഒരാൾക്ക് 30,000 ശരാശരി 25,000 കൂട്ടിക്കോ, 25,000 രൂപ വരെ ടാക്സ് വരും. ഞാൻ അതിനകത്ത് കുറച്ചൊന്നും പറയുന്നില്ല. അതിനകത്ത് പല ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങളുടെ കൗൺസിൽ ടാക്സ് എങ്ങനെയാണ്, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വൈഫിന്റെ സാലറി എങ്ങനെയാണ്, എത്ര വർഷമായിട്ട്, സോ മെനി തിങ്സ് ആർ. സോ യു ടേക്ക് ഇറ്റ്. 3 ലക്ഷം രൂപ കിട്ടുന്ന ഒരാൾക്ക് 75,000 ടാക്സ് തന്നെ നിങ്ങൾ ചിന്തിച്ചോ. നിങ്ങൾ ഒട്ടും കുറയ്ക്കണ്ട. നിങ്ങൾ 4 ഓവർ ടൈം ചെയ്താൽ നിങ്ങളെ ടാക്സിൽ നിന്ന് അക്സെപ്റ്റ് ആയില്ലേ? വെറും 4 ഓവർ ടൈം. ഒരു ഓവർ ടൈം 25,000 വെച്ച് കിട്ടും നമുക്ക്. 4 ഓവർ ടൈം ചെയ്താൽ തന്നെ ഏകദേശം 1 ലക്ഷത്തിലേക്ക് അടുത്തിട്ട്. ഇനി അതിന്റെ ടാക്സും കൂടെ പോയാലും നിങ്ങളുടെ പോകുന്ന കംപ്ലീറ്റ് ടാക്സ് നിങ്ങൾ ഫ്രീ ആയില്ലേ? നിങ്ങൾക്ക് ഒരു 3.5 ലക്ഷം രൂപ പേ വാങ്ങുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ ടാക്സ് പോയിട്ട് നിങ്ങളുടെ 3.5 ലക്ഷം നിങ്ങളുടെ കയ്യിലില്ലേ? ഇനി നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു 2.5 ലക്ഷം രൂപ വാങ്ങുന്ന ബേസിക് ജോലി എന്നാണോ നിങ്ങൾ ചിന്തിക്കുക? അദ്ദേഹത്തിന്റെ 50,000 രൂപ പൊക്കോട്ടെ സാലറിന്ന്, എന്നാലും ബാക്കി 2 ലക്ഷം മിച്ചമില്ലേ? നിങ്ങളുടെ 3ഉം ഇദ്ദേഹത്തിന്റെ 2ഉം കൂടെ കൂട്ടി ആഫ്റ്റർ ടാക്സ് മിനിമം 5 lakhs നിങ്ങളുടെ കയ്യിലില്ലേ? ഒരു ഫാമിലിക്ക് ജീവിക്കാൻ അങ്ങേയറ്റം ഒരു വീട് 1.25 ലക്ഷം നിങ്ങൾക്ക് റെന്റ്, 75,000 മുതൽ 1 ലക്ഷം വരെ നോർമൽ റെന്റ് എന്ന് പറയും. ഇനി 1 ലക്ഷം നിങ്ങൾ റെന്റ് കൊടുത്തു, 50,000 രൂപ നിങ്ങൾ ഒരു വണ്ടി എടുത്ത് അതിന്റെ ഫിനാൻസ് കൊടുത്തു, നിങ്ങളുടെ ഫുഡും അക്കോമഡേഷൻ എല്ലാം കൂടെ നിങ്ങൾക്ക് 50,000 രൂപയായി. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ബാക്കി പൈസ സേവിങ്സ് അല്ലേ? ഇത് കൂടാതെ മന്ത്ലി ഏകദേശം 30,000 ഗവൺമെന്റ് കുഞ്ഞുങ്ങൾക്ക് തരുന്നില്ലേ? നിങ്ങൾ മെഡിക്കലിന് പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എഡ്യൂക്കേഷന് പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഭാവിയിൽ ഫ്യൂച്ചർ നിങ്ങൾക്ക് പ്രായമായാൽ നിങ്ങൾക്ക് ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും ഗവൺമെന്റ് ടേക്ക് കെയർ ഓഫ് യു. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇതിനെയും ഗൾഫിനെയും ഹൗ ക്യാൻ വി കമ്പയർ? ഗൾഫിൽ ടാക്സ് ഇല്ലാതെ പേ കിട്ടും, പക്ഷേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നമ്മൾ തന്നെ ചെയ്യണം, മെഡിക്കലിന് നമ്മൾ പൈസ കൊടുക്കണം, ഗവൺമെന്റ് സേവിങ്സ് ഒന്നും തരത്തില്ല. ഇനി കൂടുന്ന അനുസരിച്ച് ഈ പറയുന്നത്ര ഹ്യൂജ് ആയിട്ടുള്ള സാലറി ഇൻക്രിമെന്റോ കാര്യങ്ങളോ ഇല്ല. വർക്കിംഗ് അവേഴ്സ് എക്സ്ട്രാ ആണ്, നൈറ്റ് ഷിഫ്റ്റുകൾ കൂടുതൽ ചെയ്യണം, ഇന്റേണൽ പൊളിറ്റിക്സും കാര്യങ്ങളും നിങ്ങളൊക്കെ നേഴ്സ് നിങ്ങൾക്ക് അറിയാം, ഇതെല്ലാം ഉണ്ട്. സോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അപ്പം ഇതുകൊണ്ടാണ് സത്യത്തിൽ യൂറോപ്പിലേക്ക് വരല്ലേ. ഇത് കൂടാതാണ് ഞാൻ പറഞ്ഞത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ, കറങ്ങി നടക്കാൻ, എങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകുന്നത്. ഇത് കൂടാതെ യൂറോപ്പ് പോലത്തെ രാജ്യമാകുമ്പം ഷെങ്കൻ കൺട്രി, നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ ട്രാവൽ ചെയ്താൽ ജർമ്മനി, ഞാൻ ജർമ്മനിയിൽ നിന്ന് ട്രാവൽ സ്വിറ്റ്സർലൻഡിൽ പോയ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ 3.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ 4 മണിക്കൂർ ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് ഈസിലി ക്യാൻ റീച്ച് ബൈ ട്രെയിൻ. നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ പോകാൻ പറ്റും. ഇവിടെ നമുക്ക് സ്വിറ്റ്സർലൻഡ് ടൂർ പോകാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് കോസ്റ്റ് അറൌണ്ട് 3 lakhs ഒരാൾക്ക്. എങ്ങനെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റും? ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. അത് നിങ്ങൾക്ക് യൂറോപ്പ് പോകാൻ പറ്റും. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള രാജ്യമാണ് ആംസ്റ്റർഡാം, നെതർലൻഡ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയി അവിടുത്തെ കൾച്ചർ കാണാൻ പറ്റും. നിങ്ങൾക്ക് വത്തിക്കാനിൽ പോകാൻ പറ്റും, ഇറ്റലി പോകാൻ പറ്റും, ഈഫൽ ടവർ പോയി കാണാൻ പറ്റും. സോ നമുക്ക് ഒറ്റ ലൈഫേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിൽ സൗജന്യമായി ഗവൺമെന്റ് നൽകുന്ന ഫെസിലിറ്റികൾ ഉപയോഗിച്ച് തന്നെ ഈ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റും, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും, ഡിഗ്നിറ്റി കിട്ടും. പൊളിറ്റീഷ്യൻസിനും പ്രസിഡന്റിനും തൂപ്പുകാരനും നഴ്സിനും ഡോക്ടറിനും ഒരേ റെസ്പെക്ട്. യുവർ റെസ്പെക്ട് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ either you are rich or poor, or you are a doctor or a nurse or a sweeper. യുവർ ഈക്വലി ട്രീറ്റ്മെന്റ് കിട്ടും. സോ ഇത്ര ആനുകൂല്യം നമുക്ക് കിട്ടുന്ന ഒരു കാര്യം സൗജന്യമായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളിത് വേണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ കഴിവിനെ നമ്മൾ ഡിസപ്പോയിന്റഡ് ആയും നമ്മൾ ഇതില്ലെന്ന് നോക്കി ഓർത്ത് നമ്മൾ കൺഫ്യൂഷൻസ് ആകുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്ന കാര്യം? ഇറ്റ്സ് നോട്ട് ഓഫ് ദ റിയാലിറ്റി നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഈ കാണുന്ന ആൾക്കാർ ആരും ഈസിലി പോയേക്കുന്നവരൊന്നും അല്ല. അവരൊക്കെ കഷ്ടപ്പെട്ടും ഹാർഡ് വർക്ക് ചെയ്തും പഠിച്ചും പോയേക്കുന്ന ആൾക്കാരാണ്. ബട്ട് ഇൻ എ പെർട്ടിക്കുലർ പോയിന്റിൽ അവർ ഞങ്ങളുടെ കൂടെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തു. ദേ ടുക്ക് ഡിസിഷൻ ടു ലേൺ ദ തിങ്സ്. അവർ പഠിക്കാൻ തുടങ്ങി, അവർ പഠിച്ചു, അവർ കയറിപ്പോൾ ലൈഫ് സെറ്റിലായി. അപ്പൊ നമ്മൾ 100 കൂട്ടം നെഗറ്റീവ്സ്, ടാക്സ് കൂടുതലാണ്. ഇനി എന്ത് ടാക്സ് ഉണ്ടെങ്കിലും ഇന്ത്യ കിട്ടുന്ന പേ നിങ്ങൾ ചിന്തിക്കും. ഒരു നേഴ്സിന് കിട്ടും 1 ലക്ഷം കിട്ടുന്നുണ്ടോ? 2 ലക്ഷം കിട്ടുന്നുണ്ടോ? 20,000 നിന്നും നിങ്ങൾ GST കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? ഒരു സാധനം വാങ്ങുമ്പോൾ ഫണ്ട് മുടക്കണ്ടേ? സോ തിങ്ക് അബൌട്ട് ദാറ്റ് ഇൻ ദാറ്റ് വേ.
അപ്പൊ നമ്മൾ പോകാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ പേരൻസിനെ കുറ്റം പറയുന്നതിലോ ഫാമിലി ഇപ്പൊ പണമില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഫ്രീ. 7-8 മാസം കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ 7 മാസം കൊണ്ട് പഠിച്ച് പാസ്സാകത്തില്ലായിരിക്കും. നെവർ മൈൻഡ്, നിങ്ങൾ 10 മാസം കൊണ്ട് പാസ്സാവുകയും നിങ്ങൾക്ക് 1.25 വർഷം കൊണ്ട് ജർമ്മനി ചെല്ലാൻ സാധിക്കും. സോ ദിസ് അഡ്വാൻറ്റേജസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നിങ്ങളുടെ പേരൻസ് കാണും, ഇവരെയൊക്കെ ഒരു യൂറോപ്പിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഒന്ന് മഞ്ഞിൽ പോയി നിൽക്കാനും നല്ല വസ്ത്രം ധരിക്കാനും ആൾക്കാർ മുമ്പിൽ തലയുയർത്തി നിൽക്കാനും അഭിമാനത്തോടെ നിൽക്കാനും ജീവിതത്തിൽ സക്സസ് ആകണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്കുള്ളതാണ്. ദാറ്റ്സ് മൈ അംബീഷൻ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആൾക്കാരോട് പറയുന്നത് പോകാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ പുതിയ ബാച്ചിന്റെ പേര് തന്നെ ആക്ച്വലി അച്ചീവേഴ്സ് ബാച്ച് എന്നാണ്. നമ്മൾ ചുമ്മാ ഒരു ക്ലാസ് നടക്കുകയല്ല ചെയ്യും. ദർ ഇസ് എൻ ബാച്ച് കോൾഡ് അച്ചീവേഴ്സ് ബാച്ച്. അപ്പോൾ അച്ചീവ് ചെയ്യണം, ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം, സക്സസ് ആകണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവർക്ക് വേണ്ടി നമ്മൾ മോട്ടിവേഷണൽ സെക്ഷൻസ്, ഞാനാണ് ഫസ്റ്റ് ക്ലാസ്സിന് ഓറിയന്റേഷന് വരുന്നത്. ഈ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ റിയലി അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആൾക്കാരോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന 8 വർഷത്തെ എക്സ്പീരിയൻസിനെ വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ അവരോട് പങ്കുവെക്കുന്നു. അപ്പൊ അതിനകത്ത് തന്നെ പഠിച്ച് പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അച്ചീവേഴ്സ് ബാച്ച്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? അവിടെ പഠിപ്പീരുണ്ട്, മോട്ടിവേഷൻസ് ഉണ്ട്, എൻകറേജ്മെന്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റിന് ഹെൽപ്പ് ഉണ്ട്, പ്രയറിന് ആൾക്കാരുടെ റിക്വസ്റ്റിന് ഹെൽപ്പ് ഉണ്ട്, മൂഡ് ഓഫ് ആണ് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. സോ മെനി തിങ്സ് ആർ ദെയർ. അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളാരും മനുഷ്യരാണ്. ചില ദിവസം പഠിക്കാൻ സാധിക്കത്തില്ല, ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും, നമുക്ക് ഡിപ്രഷൻ വരും. സോ വി വിൽ ഗോ ത്രൂ സോ മെനി തിങ്സ്. ബട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? പഠിച്ച് പാസ്സാവുന്നത്. അപ്പൊ ഇതാണ് ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്ന കാര്യം. ദാറ്റ്സ് വാട്ട് ഐ എൻകറേജ് ഓൾ ഓഫ് യു. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. നമ്പർ എടുത്ത് പഠിക്കുന്നത് ഞാൻ നിർബന്ധിക്കുന്നില്ല ആൾക്കാരെ ആരും. നിങ്ങൾ എവിടെ പഠിച്ചാലും നിങ്ങൾ പാസ്സാണെന്ന് പറയത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 8 വർഷത്തെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ, ലാസ്റ്റ് 2 to 3 years ആയിട്ട് ജർമ്മൻ പഠിപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വി ആർ ഡാം ഷുവർ അബൌട്ട് വൺ തിങ്. ഞങ്ങൾ പറയുന്ന പോലെ പഠിച്ചാൽ പാസ്സാക്കി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഇപ്പൊ ഞാൻ വെബിനാറിൽ പബ്ലിക്കലി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കറിയാവുന്ന ആരോട് വേണമെങ്കിലും IIT-യുടെ ഓൺലൈൻ ജർമ്മൻ ലാംഗ്വേജ് കൊള്ളുകയോ കൊള്ളത്തില്ലയോ നിങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിച്ചു. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഒരാൾ പോലും ക്ലാസ് കൊള്ളത്തില്ല എന്ന് പറയത്തില്ല. വി ആർ ഡാം ഷുവർ അബൌട്ട് ദാറ്റ്, ബിക്കോസ് സച്ച് എ വണ്ടർഫുൾ സിസ്റ്റം വി ഹാവ്. നമുക്ക് ജർമ്മൻ കെയർ ഉണ്ട്. നിങ്ങളുടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആണോ, നിങ്ങൾ കംഫർട്ടബിൾ ആണോ, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടോ, സിലബസ് ഉണ്ടോ, ടീച്ചർ ഓക്കെ ആണോ, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ, ഡിസപ്പോയിന്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ എടുത്ത് അതിന്റെ ബേസിൽ വിലയിരുത്തി ക്ലാസ്സിൽ വാല്യുവേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് നമുക്ക്. സോ ഞാനത് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഞാനത് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കിയാൽ, വി ആർ മൂവിങ് ടു ദി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ്. നിങ്ങൾക്ക് ഏത് ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അപ്പൊ ഇതാണ് സൗജന്യമാണ്. നിങ്ങളുടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാം. അത് റെക്കോർഡിങ്സും കാര്യങ്ങളും കിട്ടും. ജസ്റ്റ് കോഷൻ ഡെപ്പോസിറ്റ് പേ ചെയ്യുക, വിച്ച് ഈസ് റീഫണ്ടബിൾ ആണ്. സൗജന്യമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകും. ഇത്തരം ആനുകൂല്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നാട്ടിൽ വന്ന ടാക്സ് കൂടുതലാണ്, ലാംഗ്വേജ് പഠിക്കാൻ പാടാണ്, നിങ്ങൾ കഴിവുള്ള ആൾക്കാരാണ്, യു ക്യാൻ ലേൺ. ഞാൻ പറഞ്ഞു 40-42 വയസ്സുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് സോ സ്ട്രഗിൾ എടുത്ത് പഠിച്ചേക്കുന്ന സ്റ്റോറികളുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സമയത്ത് അതൊന്നും പറയുന്നില്ല. അപ്പം വി ആർ മൂവ് ടു ദി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ്. പിന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അത് നിങ്ങൾ എൻ്റെ വരെ ഇരിക്കുക. ആ കാര്യങ്ങൾ പറഞ്ഞു വൈൻഡ് അപ്പ് ദ സെക്ഷൻ. ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു 40 മുതൽ 42 വയസ്സ് വരെയാണ് കേട്ടോ. ഇഫ് നോട്ട് പാസ് വിൽ യു റീഫണ്ട് ദ ക്വസ്റ്റ്യൻ? ഇല്ല, പാസ്സായി ഞങ്ങൾ പാസ്സാക്കി കൊണ്ടുപോകും. നിങ്ങൾ തോക്കും എന്നുള്ള കാര്യം യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദ മൈൻഡ്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ തോക്കത്തില്ല. കാരണം നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന സത്യമാണോ, യു ഹാവ് ടു പാസ് ദി എക്സാം. അതർ പ്രൊഫഷൻസിന് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നില്ല, സൗജന്യമാണ്. ഡ്രൈവർ വേക്കൻസി ഒക്കെ ഇവിടുന്ന് ഉണ്ട്, നമുക്കറിയാം. പക്ഷെ അത് 10-14 ലക്ഷം രൂപ, അല്ലെ 6-7-8 ലക്ഷം രൂപയാകും. സോ നിങ്ങൾ നേഴ്സ് ആണെങ്കിൽ ദ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താണ്? നേഴ്സായിട്ട് പോവുക, നിങ്ങളുടെ ആൾക്കാർ ഡിപ്പെൻഡ് ആയിട്ട് കൊണ്ടുപോവുക, സൗജന്യമായിട്ട് കോഡ് 19 എന്ന് പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളെടുത്ത് മാറുക. ജയലക്ഷ്മി, ബോണ്ട് ഒന്നും ഇന്ത്യയിലില്ല. അവരോട് പോയി പണി നോക്കാൻ പറയുക, അത്രേ ഉള്ളൂ. നോബഡി ക്യാൻ ടേക്ക് യുവർ സർട്ടിഫിക്കറ്റ്സ്. സീരിയസ്ലി അതാണ്. ഫ്രഷേഴ്സിന് പോകാൻ പറ്റും. നിങ്ങൾ ഒരു കാരണവശാലും ബോണ്ടിന്റെ പേര് പറഞ്ഞ് ഏത് ഹോസ്പിറ്റൽസ് ആണെങ്കിലും വി വിൽ ഹെൽപ്പ് യു. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് ഇവിടെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതിനുള്ള ആൾക്കാരുണ്ട്, സംവിധാനമുണ്ട്, സിസ്റ്റമുണ്ട്. ബോണ്ട് ഗവൺമെന്റ് എടുത്തു കളഞ്ഞതാണ്. സോ എന്ത് കോൺട്രാക്ട് സൈൻ ചെയ്താലും എന്തൊക്കെ നിർബന്ധിച്ചാലും യു നോട്ട് നീഡ് ടു ഗോ ത്രൂ ദ ബോണ്ട്. അതും 2 വർഷത്തേക്ക് പോയി പണി നോക്കാൻ പറയുക, അത്രേ ഉള്ളൂ.
അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, നിങ്ങൾ പാനലിൽ ജോലി ചെയ്യുക, അവരോട് കാര്യങ്ങൾ സംസാരിക്കുക, പഠിക്കാൻ തുടങ്ങുക, പഠിച്ച് നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കയറി പോവുക. കയറി പോയതിനു ശേഷം അവിടെ ആദ്യത്തെ 2 വർഷം വല്ലതും കെയർ ഹോമിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുക. ദെൻ മൂവ് ടു ദ ഹോസ്പിറ്റൽസ്. ഇവിടെ 2 വർഷം നിന്ന് കഷ്ടപ്പെടേണ്ട കാര്യമേ ഇല്ല കേട്ടോ. എക്സാം സെന്റർ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുകൊണ്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. 39 വയസ്സാണ്, നത്തിങ് ടു വറി വേണം, യു വിൽ ഗെറ്റ് ദ ജോബ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഗവൺമെന്റ് അല്ല തരുന്നു, നമ്മൾ തന്നെ വേണം. നമുക്ക് 3 തരത്തിലുള്ള അക്കോമഡേഷൻ. സിംഗിൾ അക്കോമഡേഷൻ ഒരു 35,000-40,000 കൊടുത്താൽ സിംഗിൾ അക്കോമഡേഷൻ കിട്ടും. പിന്നെ സിംഗിൾ റൂം ഫ്ലാറ്റുകളുണ്ട്, പിന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളുണ്ട്, പിന്നെ വീടുകളുണ്ട്. അപ്പം ഒരു ഫാമിലി ആയിട്ട് താമസിക്കണമെങ്കിൽ മാത്രം നിങ്ങൾ 1 ലക്ഷം കൊടുത്തൊരു വീട് എടുത്താൽ മതി. അതും ഡിപ്പെൻസ് അപ്പോൺ ദ ലൊക്കേഷൻ. 80,000 രൂപ മുതൽ നിങ്ങൾക്ക് വീടുകൾ കിട്ടും. 1-1.25 വരെയൊക്കെ നിങ്ങൾക്ക് വീടുകൾക്കാവും. 1.5 വരെയാവും മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നടുക്കൊക്കെയാണ്, ഇപ്പോൾ ബെർലിനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ്. അതർവൈസ് ഒരു 70-75 തൊട്ട് യു ക്യാൻ മാനേജ്. അപ്പൊ നിങ്ങൾ ആദ്യം കയറി പോകുമ്പോൾ നിങ്ങൾ ഫാമിലിയെ കൊണ്ടുപോകണ്ട. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകണം. നിങ്ങൾ അവിടെ ചെല്ലുക, KB എക്സാം പാസ്സാവുക, രജിസ്റ്റേർഡ് നേഴ്സ് ആവുക, സിറ്റുവേഷൻസ് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അരമണിക്കൂറുടെ ട്രാവൽ ഉള്ള ഒരു സ്ഥലത്ത് പോയി താമസിച്ചാൽ കുറച്ചും കൂടെ റെന്റ് കുറവാണ്, ഒരു വണ്ടി എടുത്തിട്ടാൽ മതി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്, സ്കൂൾ ഇവിടെ ഉണ്ട്. സോ യു ലേൺ ദ തിങ്സ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രം ഫാമിലിയും കൊണ്ട് പോയാൽ മതി കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. ഇൻഡസ്ട്രിയൽ നേഴ്സ് ആണ്, വൈൽ അപ്ലൈ ഫോർ ദ ജോബ് ഇൻ ജർമ്മൻ, നത്തിങ് ടു വരി. അഭിജിത്ത് ഒന്ന് ജസ്റ്റ് ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക, കൗൺസിലേഴ്സിനെ. അപ്പൊ നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ നമ്മുടെ ചാറ്റ് ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. ഇഫ് യു അപ്രോച്ച് ദാറ്റ് പെർട്ടിക്കുലർ നമ്പർ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ദേ വിൽ റീച്ച് മീ, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് റീച്ച് ചെയ്യും. ദേ വിൽ ഗിവ് യു ദ അഡ്വൈസ് കേട്ടോ. അതുകൊണ്ട് നത്തിങ് ടു വറി. സോ ഇൻഡസ്ട്രിയൽ നേഴ്സിന്റെ ഡീറ്റെയിൽസിന് അഭിജിത്ത് ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി, ആ നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബിനാറിൽ ലിങ്കും കാര്യങ്ങളും അയച്ചു തന്ന ഒരു കസ്റ്റമർ കെയർ അല്ലെങ്കിൽ ഒരു നമ്പർ കാണും. ആ കൗൺസിലറെ കോൺടാക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ IVR നമ്പറുകളുണ്ട്, അവിടെ വിളിച്ചാൽ വിൽ ഗെറ്റ് ദ ഡീറ്റെയിൽസ് കേട്ടോ. അല്ലെ മെയിലുണ്ട്, ആ മെയിലിൽ ഒരു നമ്പർ ഉണ്ട്, അത് തിരിച്ചു വിട്ടാലും മതി, അല്ലെ മെയിൽ തിരിച്ചയച്ചാലും മതി. സോ ഹാവ് സോ മെനി ഓപ്ഷൻസ് ടു റീച്ചസ്, വിൽ ഗിവ് യു ദ അഡ്വൈസസ്. ജർമ്മനി എത്ര 6 മാസമെങ്കിലും എടുക്കും നമ്മൾ സ്പൗസിനെ കൊണ്ടുപോകാൻ. സ്പൗസിനെ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ പറഞ്ഞു, വെൻ യു ആർ കംഫർട്ടബിൾ നിങ്ങൾ കൊണ്ടുപോകും. സർ വിൽ ദേ കാൽക്കുലേറ്റ് അവർ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഫോർ സാലറി? അതെനിക്ക് ക്ലിയർ ആയില്ല, അതൊന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പൊ നിങ്ങൾ എവിടെ കയറുന്നതനുസരിച്ചാണ്. ഇപ്പൊ 8 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവര് നമ്മുടെ യൂണിക് ക്ലിനിക്കിൽ കയറുന്നു, നിങ്ങളുടെ സാലറി അങ്ങനെയാണ്. ഫ്രഷേഴ്സ് കെയർ ഹോമിൽ കയറുന്നു, സാലറി അങ്ങനെയാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് 8-2 ഇതിലേത് സ്ഥലത്ത് ജോലി ചെയ്യുന്നു എന്നതിന്റെ ബേസിലാണ് സാലറി വരും. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. എവിടെയാണ് ജോലി ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഐ വിൽ ഗിവ് യു ദ അഡ്വൈസ് കേട്ടോ. പേര് എനിക്ക് കാണത്തില്ല, ഒപ്പോ ഫോണിന്റെ നമ്പറാണ് കാണുന്നത്, അതുകൊണ്ടാണ്. അറ്റ് ദ ഏജ് 40 years old, നോ വറീസ്. ഇഫ് യു ക്യാൻ സ്റ്റഡി വെൽ, നിങ്ങൾക്ക് ഒരു 41 കഴിയുമ്പോഴത്തേക്കും കയറി പോകാൻ പറ്റും. നത്തിങ് ടു വറി. പിള്ളേരുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ്ലി സൗജന്യമാണ്. നോ റീസൺ ഗ്യാപ്പ് ഒക്കെ വി ക്യാൻ മാനേജ് മഞ്ജു, നോ വറീസ്, യു ക്യാൻ കോൺടാക്ട് ദി ഓഫീസ്, നത്തിങ് ടു വറി കേട്ടോ. ഈച്ച് ലെവലിന് സെപ്പറേറ്റ് അല്ല. നമുക്ക് ഏകദേശം ഇപ്പം നമ്മൾ A1 മുതൽ A1, A2, B1, B2 4 സ്കില്ലുകൾ. ഇതിനകത്ത് B2 മാത്രം നിങ്ങൾ പബ്ലിക് എക്സാം എഴുതിയാൽ മതി. ഇനി B1 വെച്ചാൽ നിങ്ങൾ പോകുന്നതെങ്കിൽ B1 മാത്രം പബ്ലിക് എക്സാം എഴുതിയാൽ മതി. ബാക്കി മൊത്തം ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സാം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അത് സെപ്പറേറ്റ് പുറത്ത് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾക്ക് ഏകദേശം ഒരു 45 to 47, നമ്മൾ 90 വാങ്ങിക്കൊണ്ടിരുന്നത്. പകുതി പൈസ ഓഫർ ആയിട്ട് 40 to 45 ആണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, 7 മാസത്തെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കും, ഒരു മാസം നിങ്ങൾക്ക് നോർമലി ഒരു 5,000 രൂപ അല്ലെ, ഒരു 5-40 ഓൺ ആൻ ആവറേജ് 5,000-6,000 രൂപയെ 30 ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് ആകുന്നുള്ളൂ. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് ഒരു ദിവസം അങ്ങേറ്റം ഒരു 200-150 രൂപ, ഏത് ഇത്ര അവേഴ്സ്. അതായത് നിങ്ങൾ ചിന്തിക്കും, ഒരു അവർ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന പേ പോലും നമ്മൾ വാങ്ങുന്നില്ല. ഒരു അവർ നല്ലപോലെ പഠിപ്പിക്കും, ജർമ്മൻ ട്രെയിനിന് മിനിമം നമ്മൾ 500 രൂപ പേ കൊടുക്കും. അതർവൈസ് യു വോണ്ട് ഗെറ്റ് ദ ഗുഡ് ട്രെയിനേഴ്സ്. ഇത് കൂടാതെ എൻ്റെ സിസ്റ്റം ഫ്രീ ആയിട്ടുള്ള അസസ്മെന്റ് ക്രൈറ്റീരിയ കാര്യങ്ങളും ഈ റെക്കോർഡിങ്സ് വേറെ തരുന്നത്. ഇത് കൂടാതെ മുമ്പേ ഞാൻ പറഞ്ഞ പോലുള്ള ഫ്രീ ഇന്റർവ്യൂ ട്രെയിനിങ് ബാച്ച് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന, ഒരു നേഴ്സ് പഠിച്ച് രക്ഷപ്പെട്ടാൽ ഒരു കുടുംബം രക്ഷപ്പെടും. അവർ ലോ ക്ലാസ്സിൽ നിന്നും ഹൈ ക്ലാസ്സിൽ ചെല്ലും, പൂർ ക്ലാസ്സിൽ നിന്ന് റിച്ച് ആയിട്ട് ചെല്ലും. ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, ഒരു വളരെ നോർമൽ ഡ്രസ്സൊക്കെ ധരിച്ച് ഇവിടെ വന്ന് OIT IELTS ജർമ്മനും ഒക്കെ പഠിച്ച് പാസ്സായിട്ട് ഒരു 1 year കഴിഞ്ഞ് ഇവർ നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ട്രാൻസ്ഫോർമേഷനാണ്. മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത്, ഡ്രസ്സിങ് മാറി, മേക്കപ്പുകൾ വന്നു, പിള്ളേരുടെ സാഹചര്യങ്ങൾ മാറി, ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് മാറി. സോ ദ വോണ്ട് ബി എനിബഡി ഇൻ യുവർ ഫാമിലി ടു ഹെൽപ്പ് യു. നിങ്ങൾ ഡിസിഷൻ എടുത്താൽ
നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഒരു കുടുംബത്തിൽ ഒരാൾ സ്ട്രൈറ്റ് തീരുമാനം എടുത്തതാണ് അവരുടെ എല്ലാം ലൈഫ് മാറിയത് കേട്ടോ. സോ 44 years ആണ് ജിനു. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ആണ് ജിനു. ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഐ വിൽ ടോക്ക് ടു യു, ഐ വിൽ ഗീവ് ദി അപ്ഡേറ്റ് കേട്ടോ. അവിടെ പോയിട്ട് KP എക്സാം എഴുതണം. അത് പാസ് 3 പ്രാവശ്യം നമുക്ക് ഒരു വർഷം എഴുതാം. അതാരും തോക്കത്തില്ല. നത്തിങ് ടു വറി. UK എക്സാമിന് ജർമ്മൻ ഫെസിലിറ്റി ഉണ്ട്. എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒന്ന് പറയണേ. UK നമുക്ക് ജർമ്മൻ എക്സാം എഴുതാൻ പറ്റുമോ എന്നാണെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻ ഒന്നും ആവശ്യമില്ല. ബേസിക് റിക്വയർമെന്റ്സ് ആണ്. വൈഫ് ടീച്ചർ ആണെങ്കിൽ ഇഫ് ഹി ക്യാൻ സ്റ്റഡി വെൽ, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അനുസരിച്ച് ജോലി കിട്ടും. ടീച്ചിങ് ജോബ് തന്നെ കിട്ടുമെന്ന് നിർബന്ധമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കാലിബർ അനുസരിച്ച് വേറെ പല സെക്ഷൻസിൽ ജോലി ചെയ്യാൻ പറ്റും. കറന്റ് എംപ്ലോയറിന്റെ അടുത്ത് വെരിഫിക്കേഷൻ ഉണ്ടാകുമോ? ഉണ്ടാകും. സോ ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻസ്, നോ വറി, വി ഹാവ് ഓപ്ഷൻസ് കേട്ടോ. നോ വറീസ്. ഫേസ് ടു ഫേസ് ക്ലാസ് അല്ല, ഓൺലൈനിലെ ക്ലാസ് കൊടുക്കുന്നുള്ളൂ. കാരണം റെഗുലറി വന്ന്, കാരണം ഡെയിലി നമുക്കൊരു 1.5-2 മണിക്കൂറാണ് എല്ലാ സ്ഥാപനങ്ങളും എന്ത് കൊടുക്കുന്ന ലാംഗ്വേജ് കൊടുക്കുന്നു. ബാക്കി ഫുൾ ടൈം എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും റീഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ നെസസറി നിങ്ങൾ റെഗുലർലി പഠിക്കണമെന്നുള്ള ആവശ്യമില്ല. പിന്നെ 2, ഉഴപ്പാനുള്ള സാധ്യതയില്ല. നമുക്ക് ജോലി റിസൈൻ ചെയ്യേണ്ട കാര്യമില്ല. വീട്ടുകാർക്ക് വേണ്ടി അപ്പൊ നമ്മൾ കഴിവതും നോക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നേഴ്സസിന്റെ ക്ലാസ്സസ് ഉള്ളൂ. ഫിസിക്കൽ ക്ലാസ്സസ് ഫോർ ദ ടൈം ബീങ് നമ്മൾ കൊടുക്കുന്നില്ല. അല്ല, ഗൈനക്കോളജി നേഴ്സിന്, ഒബ്സ്ട്രിക് നേഴ്സിന്റെ ഏത് കാറ്റഗറി ആണെങ്കിലും ആര്യ, റാണി, യു ഹാവ് ഓപ്ഷൻസ് കേട്ടോ. വെൽഡിംഗ് ജോബിന് ലാംഗ്വേജ് ഒന്നും വേണ്ട. നോ വറീസ്. പക്ഷെ അതൊക്കെ തീരെ ഏറ്റവും താഴ്ന്ന കാറ്റഗറി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നിങ്ങളുടെ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും അതാണെങ്കിൽ ഓക്കെയാണ്. അതർവൈസ് ഇവിടുന്ന് അത്ര പേയ്മെന്റ് എടുത്ത് പോകുന്ന നഷ്ടമാണ്. 52 years ഓൾഡ് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. സൂമിലാണ് ക്ലാസ് വരുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് ക്ലാസ്സുകളാണ് കിട്ടുന്നത് കേട്ടോ. ജോബ് ചെയ്യുന്നതിനൊപ്പം നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ മാസ്റ്റേഴ്സ് ചെയ്യാൻ, പക്ഷേ ആവശ്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഫ് യു വാണ്ട് ടു അപ്ഗ്രേഡ് യുവർ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോ വറീസ്. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്, ഡിഗ്രി ഈസ് ഇനഫ്. KP എക്സാം നമ്മുടെ ഇവിടുന്ന് പോകുന്ന മെഡിക്കലിന്റെ പ്രാക്ടിക്കൽ എക്സാമാണ്. അത് അവരതിന് ട്രെയിനിങ്ങും കാര്യങ്ങളും തരും. നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് വരുന്നു, നമ്മൾ എന്താണ് ഡെമോ ചെയ്ത് കാണിക്കത്തില്ല, മോക്ക് ഡ്രില്ല് പോലെ ചെയ്ത് കാണിക്കും. ദിസ് ഈസ് വാട്ട് B2 എക്സാം. ഈച്ച് മൊഡ്യൂൾ 1 by 1 ആയിട്ട് എഴുതാൻ പറ്റും. ഗോയിത്തയുടെ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഗോയിത്തെ സിലബസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് 1 by 1 ആയിട്ട് എഴുതാൻ പറ്റും. ഒത്തിരി ആൾക്കാർക്ക് എനിക്ക് താങ്ക്സ് അയക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ സെക്ഷൻസ്, ആർ റിയലി വി വാണ്ട് ടു ജോയിൻ എന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ സെക്ഷൻസ് അവസാനിപ്പിക്കുന്ന ഇപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. 100% നിങ്ങളുടെ ലൈഫ് സക്സസ് ആകും. അതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൽ തന്നേക്കുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട് ചാറ്റ് ബോട്ടിൽ. നമുക്ക് 8439 എന്ന നമ്പറിൽ അവസാനിക്കുന്ന അവിടെ കോൺടാക്ട് ചെയ്യുക. പഠിക്കുക, പാസ്സാവുക. ഒരു 7 വർഷം, ഇനി മുന്നോട്ടുള്ള 7 മാസം നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. ഈ 7 മാസം നിങ്ങൾ മനോഹരമായി പഠിച്ചാൽ ഇനി അങ്ങോട്ടുള്ള 40 അല്ലെങ്കിൽ 45 വർഷം നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ട് ജീവിക്കാം. ഇനി ഇങ്ങോട്ടുള്ള 7 മാസം ഉഴപ്പി നമ്മൾ വേണ്ടെന്ന് വെച്ച് ഡിസിഷൻസ് ആണെങ്കിൽ നമ്മുടെ പ്രായം കടന്നു പോകും, ഓപ്പർച്യൂണിറ്റികൾ കുറയും. ഇനി അങ്ങോട്ടുള്ള 40 വർഷം ഇന്ത്യയിൽ കിടന്ന് ഒരു പക്ഷെ നമുക്ക് നരകിക്കാം. സോ ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സ് ആണ് നമ്മൾ എന്താണ് പഠിക്കണോ വേണ്ടയോ, ലൈഫിൽ സക്സസ് ആകണോ വേണ്ടയോ എന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സക്സസ് എന്ന് പറയുന്ന കാര്യം കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളതല്ല. മഞ്ഞ് പോയി നിൽക്കുക എന്നുള്ളത് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളതല്ല. ഫിനാൻഷ്യലി വെല്ലായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളതാ. നിങ്ങളും നേഴ്സാണ്, അവരും നേഴ്സാണ്. നിങ്ങളും ഡിസേർവ് ചെയ്യുന്നുണ്ട്, അവരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ യുവർ റെസ്പോൺസിബിലിറ്റി, ടേക്ക് റിസ്ക്, ടേക്ക് ചലഞ്ചസ് എന്നുള്ള കാര്യം എടുത്ത് പോവുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ലൈഫിൽ സക്സസ് ആകും. അതിനകത്ത് ഒരു പെർസെൻറ്റേജ് പോലും ഡൗട്ട് ഇല്ല. എന്നിട്ട് പഠിക്കണമെന്നേ. ഇപ്പം ട്രൈ ചെയ്ത് തുടങ്ങാതെ എങ്ങനെ നമുക്ക് സക്സസ് ആവും എന്ന് അറിയാൻ പറ്റും. 100% നിങ്ങൾ ഒരു നേഴ്സ് ആവും, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവും. ബിക്കോസ് വി ആർ ഡിസൈൻ ടു ലേൺ ലാംഗ്വേജ്. ഇപ്പം മ്യൂസിക് ഒന്നും പഠിക്കാൻ പറ്റത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഫിസിക്കലി ഉള്ള പല കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഈ സെക്ഷൻസ് അവസാനിപ്പിക്കാൻ പോവാണ്. എനിക്ക് ഒത്തിരി ആൾക്കാർ താങ്ക്സ് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ട് ജോയിൻ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ സോജിമോളാണ്. ഓക്കെ സോജിമോളെ, നമുക്ക് 7 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് പാസ്സായില്ലെങ്കിൽ നോർമലി ഞങ്ങൾ നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾക്ക് അകത്ത് വലിയ പേയ്മെന്റ് ഒന്നും വാങ്ങാതെ ഓപ്ഷൻസ് നൽകുന്നുണ്ട്.
അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ അല്ല, നിങ്ങൾക്ക് വീണ്ടും 1-1.5 മാസം ക്ലാസ് പോകണമെങ്കിൽ ചെറിയൊരു എമൗണ്ടിന് നിങ്ങൾക്ക് ആ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നത്തിങ് ടു വറി. കാരണം നിങ്ങൾ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചു പാസ് ഔട്ടായി ജർമ്മനിയിൽ നേഴ്സായിട്ട് കയറുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ. അതർവൈസ് വി ഡോണ്ട് ഹാവ് എനി ബെനിഫിറ്റ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ ഉപരി നിങ്ങളിത് പഠിച്ച് പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഞങ്ങളാണ്. അപ്പോഴേ ഞങ്ങളുടെ സ്ഥാപനത്തിന് ക്രെഡിബിലിറ്റി കൂടത്തുള്ളൂ, നമ്മുടെ അടുത്ത് കൂടുതൽ പിള്ളേർ പഠിക്കാനും വരത്തുള്ളൂ, പിന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ, നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ. IELTS പഠിപ്പിക്കുന്ന എല്ലാ ആൾക്കാരും ജർമ്മനി തോറ്റുപോയാൽ നോബഡി ക്യാൻ ഗെറ്റ് ദ റിസൾട്ട്, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പോഴും നൂറുകണക്കിന് ആൾക്കാർ ഓരോ മാസം ജോയിൻ ചെയ്യുന്നതും നിങ്ങൾ ആരോട് ചോദിച്ചാൽ IELTS ക്ലാസ് വണ്ടർഫുൾ ആണെന്ന് പറയുന്നതിന്റെ കാരണം അമേസിംഗ് ട്രെയിനിങ്ങും ആൾക്കാർ പാസ്സാവുന്നതും കൊണ്ടാണ്. അപ്പൊ അതോർത്ത് നത്തിങ് ടു വറി, നിങ്ങളെ പാസ്സാക്കുന്ന കാര്യം ഞങ്ങൾക്ക് വിട്ടേക്കുക. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സക്സസ് എന്ന് പറയുന്ന കാര്യം ലൈഫിൽ ആൾക്കാർ തലയുയർത്തി നിൽക്കുക എന്നുള്ള കാര്യം കുറച്ച് ആൾക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. നമ്മളെപ്പോലെ ഫിനാൻഷ്യലി ഡൗൺ ആയ ഫാമിലി ജനിച്ചവർക്കും സിറ്റുവേഷൻസ് ഇല്ലാത്തവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലാത്തവർക്കും ഒക്കെ അവകാശപ്പെട്ടതാണ്. പക്ഷെ അതിന് ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് എടുക്കാൻ അറിയില്ലായിരിക്കും, അമ്മായിമ്മയ്ക്ക് അറിയില്ലായിരിക്കും, പേരൻസിന് അറിയില്ലായിരിക്കും, കൂടപ്പിറപ്പുകൾക്ക് അറിയില്ലായിരിക്കും. ബട്ട് ഇഫ് യു ടേക്ക് ദ ഡിസിഷൻ, നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ, നിങ്ങൾക്കറിയാലോ, ഒരു LD ക്ലർക്ക് ആകുന്ന 5 വർഷമാണ് പഠിക്കുന്നത്. 5 വർഷം പഠിച്ചിട്ട് 30,000-40,000 ശമ്പളം ജോലി ചെയ്യുന്നത്. അത്രയും വർഷം ഒരു കഠിനാധ്വാനം ചെയ്യും. അതിന്റെ 4 സമയം പഠിച്ചാൽ പോരെ ഒരു നേഴ്സിന് ജർമ്മൻ പാസ്സാകാൻ? KP എക്സാമിന്റെ ക്ലാസ് സൗജന്യമാണ് കേട്ടോ. അത് നമുക്ക് ജർമ്മനി ചെന്നിട്ട് KP എക്സാമിന്റെ ക്ലാസ്സും സൗജന്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് കേട്ടോ. നോ വറീസ്. അപ്പം അതുകൊണ്ട് സോ നത്തിങ് ടു വറി. നമുക്ക് അടുത്ത ബാച്ച് തുടങ്ങുന്ന അന്ന് ഫസ്റ്റ് ഡേ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം, എന്തുകൊണ്ടാണ് നമ്മുടെ വേറെ സീക്രട്സ് ആണ്, അത് നമ്മൾ പബ്ലിക്കലി പറയുന്നില്ലാത്ത ആ സീക്രട്സ് ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. പിന്നെ ഒരിക്കൽ കൂടെ ലൈഫ് രക്ഷപ്പെടണം. ഒറ്റ ജീവിതമേ നമുക്ക്, ഒരേ ഒരു ജീവിതം. നമ്മളാണ് തീരുമാനിക്കേണ്ട കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും ഗൾഫിലുമായിട്ട് ആ ജീവിതം കളയണം. അല്ല യൂറോപ്പിൽ പോയി യൂറോപ്പ് കാണാനും ട്രാവൽ ചെയ്യാനും പുതിയ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാനും ഫുഡ് കഴിക്കാനും നൈറ്റ് ലൈഫ് ആസ്വദിക്കാനും ഒക്കെ വേണമെന്ന് നമ്മുടെ തീരുമാനമാണ്. സോ ആരും നമുക്കൊന്നും മടി വെച്ച് തരത്തില്ല, ആരും നമ്മളെ എൻകറേജ് ചെയ്യത്തില്ല. നമ്മൾ തന്നെ എൻകറേജ് ചെയ്ത് നമ്മൾ തന്നെ ഡിസിഷൻ എടുത്ത് നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കാത്തിടത്തോളം കാലം ദർ വോണ്ട് ബി എനി ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നമ്മൾ ചേഞ്ചിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാതെ നമ്മുടെ ലൈഫിൽ ചേഞ്ച് എന്ന് പറയാൻ ഒരു കാര്യവുമില്ല. ഇഫ് യു വാണ്ട് ചേഞ്ച് ഇൻ യുവർ ലൈഫ്, ടേക്ക് എ ബോൾഡ് സ്റ്റെപ്പ്, ബോൾഡ് ഡിസിഷൻ, ഗോ ഫോർവേഡ്, യു വിൽ ബി സക്സീഡ് ഇൻ യുവർ ലൈഫ്. അപ്പൊ ആ തീരുമാനം നമുക്ക് എടുക്കാം, അങ്ങനെ ലൈഫിൽ സക്സസ് ആകാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ഓക്കെ ആകാം. പിന്നെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അത് ഈ 10-75 വയസ്സ് വരെ ഇതിലെ ഈ ആൾക്കാരെ കൊണ്ട് എത്ര നാൾ ജീവിക്കും? യൂറോപ്പൊക്കെ ഒന്ന് കാണും, ട്രാവൽ ചെയ്യും, ആ ആസ്വദിക്കാൻ ട്രാവൽ ചെയ്യും, എല്ലാ രാജ്യങ്ങളും കാണും, നിങ്ങളുടെ കൾച്ചർ മാറും, നാട്ടിലൊക്കെ വന്ന് അഭിമാനത്തോടെ നടക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കും. എനിക്ക് താങ്ക്സ് അയക്കുന്നവർക്ക് നന്ദി, ജോയിൻ ചെയ്യാൻ പറയുന്ന ആൾക്കാർക്ക് നന്ദി, എല്ലാത്തിനും നന്ദി പറയുന്നു. സോ സീ യു സൂൺ. അപ്പോൾ നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ഓഫറുകൾ എന്താണെന്ന് വെച്ചാൽ വാങ്ങുക, ഇന്നത്തെ എക്സാമിന്റെ ഓഫറുകൾ വാങ്ങുക. അടുത്ത ദിവസത്തെ വളരെ ഷോർട്ട് ആൾക്കാരെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇപ്പം റെസൊല്യൂഷൻ ബാച്ച് 1 തുടങ്ങിയത് 3 ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഹോപ്പ് എന്ന് പറയുന്ന ബാച്ച് 2 ഉണ്ടായിരുന്നു. ദെൻ നമ്മുടെ പുതിയ ബാച്ചാണ് അച്ചീവേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അച്ചീവേഴ്സ് ബാച്ചും നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. ഓൾറെഡി ഹോപ്പ് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഒരു വീക്കെൻഡിൽ നമ്മുടെ പിള്ളേർ പറഞ്ഞുകൊണ്ടൊരു വെബിനാർ ഞാൻ എടുത്താണ് ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. സോ ഐ അണ്ടർസ്റ്റാൻഡ് ഓൾ യുവർ മിസ്കൺസെപ്ഷൻ ഹാസ് ബീൻ ക്ലിയർഡ്. സോ ഹോപ്പിന്റെ ബാച്ചിലും നിങ്ങൾ പോലെ തന്നെ അച്ചീവേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യുക, ഡ്രീം കൺട്രി ആയിട്ട് ജർമ്മനി എടുക്കുക, അച്ചീവ് ചെയ്യുക. 2027 നിങ്ങൾ ജർമ്മനി ചെല്ലുക, മഞ്ഞ് വാരുക. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മാസവും ജർമ്മനി വരുന്നുണ്ട്. കാണാൻ പറ്റിയ ഒരു ക്ലാസ് കാപ്പി മേടിച്ച് തരിക, ഒരു ബ്ലാക്ക് ടീ ആണ് ഞാൻ കുടിക്കുന്നത്, ഒരു ബ്ലാക്ക് ടീ മേടിച്ച് തരിക. ലൈഫ് ചേഞ്ചസ് ഉണ്ടാകട്ടെ. ഞങ്ങളൊരു സ്ഥാപനം നടത്തുമ്പോൾ കൂടെ അത് മാത്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയാൽ, എൻകറേജ് ചെയ്യാൻ പറ്റിയാൽ. കാരണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലെ നന്മ ഞങ്ങൾ കണ്ടതാണ്, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ് ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആകും, നിങ്ങൾ വേറെ ഒത്തിരി ആൾക്കാർക്ക് ഒരു ബ്ലെസ്സിങ് ആകട്ടെ, നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആകട്ടെ. നിങ്ങളെ കല്യാണം കഴിച്ചത് കൊണ്ട് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടെന്ന് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പറയട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് പറയട്ടെ, നാട്ടുകാർ പറയട്ടെ, ആ വന്നു കയറിയ പെങ്കൊച്ചി കാരണം അവരുടെ ലൈഫ് ചേഞ്ച് ആയെന്ന് പറയട്ടെ, അല്ലെ ആ മകൻ കാരണം അവരുടെ ലൈഫ് ചേഞ്ച് ആയെന്ന് പറയട്ടെ. അങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ടേക്ക് എ ഡിസിഷൻ, ഗോ ഫോർവേഡ്. നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച് കേട്ടോ. ബൈ.